സ്ത്രീ ക്ലാസ്സിൽ പോയിരുന്ന് പഠിപ്പിക്കുന്ന ഫിസിക്സും കെമിസ്ട്രിയൊക്കെ കുഞ്ഞ് വൈകിട്ട് കിടന്ന് പകുതിയായി പഠിക്കും. പ്രസവിച്ച് കഴിഞ്ഞ് ബാക്കി പകുതി പഠിച്ചാൽ മതി. അതാണ് ഈ ലേഡി ടീച്ചേഴ്സ് നമുക്ക് ഭയങ്കര പഠിക്കാൻ കഴിവുണ്ടായ ഒരു കാരണം. ഗർഭത്തിൽ കിടക്കുമ്പോൾ അവർ പഠിക്കുക. ഞാൻ ഗർഭത്തിൽ കിടന്ന 10 വർഷം എൻ്റെ അമ്മ TTCക്ക് പഠിക്കാൻ പോയി. TTC കമ്പൽസറി ആക്കണം ടീച്ചേഴ്സ്. അമ്മ എന്നോട് പറയും, ഞാൻ TTC പഠിക്കുന്ന നീ വൈകിക്കണം ചാടിയിടാം, ഞാൻ ടീച്ചറെ പരീക്ഷയിൽപ്പെട്ടിരിക്കും, നീ എൻ്റെ വൈകിട്ട് തൊഴിച്ചിടാന്നൊക്കെ പറയും. ഞാൻ ചെറുപ്പത്തിൽ രസമായിട്ട് കേട്ടോണ്ട് കിടന്നു. പക്ഷേ എലിസബത്ത് ധർലോക്കൻ്റെ വിശ്വപ്രസിദ്ധമായ ചൈൽഡ് ഡെവലപ്മെൻറ്റ് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, ഞാൻ അമ്മയുടെ ഗർഭത്തിൽ കിടന്ന 10 മാസവും അമ്മ TTCക്ക് പഠിക്കാൻ പോയതുകൊണ്ടാണ് എനിക്ക് ഈ 4 MA 2 PhD IAS ഒക്കെ എടുക്കാൻ പറ്റിയത്. ഇപ്പോൾ എനിക്ക് മനസ്സിലാവും. അപ്പോൾ ഗർഭകാലത്ത് അമ്മ ഭംഗിയായിട്ട് പഠിക്കണം, തലച്ചോറിന് ജോലി ചെയ്യണം. ഗർഭത്തെ കുഞ്ഞിന് അപാര ബുദ്ധിശക്തിയായി. ഗർഭിണിയുള്ള വീട്ടിലൊരു മരണം നടന്നാൽ ഗർഭിണി അവിടെ നിന്ന് അപ്പോഴേ മാറ്റിക്കണം. ഇല്ലെങ്കിൽ ആ വൈകി കിടന്ന കുട്ടി ദുഃഖഭാവങ്ങൾ കേൾക്കുകയും കുട്ടി മൗനിയാവുകയോ സംഭാഷണത്തിന് കഴിവില്ലാത്ത കുട്ടിയായി തീരാൻ സാധ്യത കൂടുന്നുവെന്ന് ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിരുന്നു. ഗർഭകാലത്ത് ഇപ്പം നമ്മുടെ സ്ത്രീകൾ പലരും ഇങ്ങനെയല്ല. എൻ്റെ അമ്മോ വയ്യെന്ന് പറഞ്ഞ് ചാരുകസേര വലിച്ചിട്ട് അവിടെ കയറി കിടന്ന സിനിമ കാണും. അവിടെ മമ്മൂട്ടി മോഹൻലാലും മറ്റുള്ളവരും അവിടെ അടിയും കുഴിയും വെട്ടും കുത്തും കരച്ചിലും കണ്ടുകൊണ്ട് കിടക്കാം. അങ്ങനെയുള്ള സിനിമകൾ കണ്ടുകൊണ്ട് ഗർഭകാലം കഴിച്ചു കൂട്ടിയാൽ നിങ്ങളുടെ കുട്ടികൾ മോഹൻലാലിനെ പോലെ മുണ്ടും പൊക്കി അണ്ടർവെയർ കാണിച്ചിട്ട് ഒഴിക്കാൻ പോകുന്ന പരിപാടി കാണിക്കുക അവസാനം. അതാണ് പ്രശ്നം. അപ്പോൾ പുണ്യാത്മാക്കളുടെ ജീവചരിത്രം വായിക്കുകയും മഹാന്മാരുടെ ജീവചരിത്രം വായിക്കുകയും ഇൻ്റലക്ച്വൽ വർക്ക് ചെയ്യുകയും ചെയ്യണം. എങ്കിലും നമ്മുടെ കുട്ടി വലിയൊരാളായി തീരുകയുള്ളൂ. പേരൻറ്റിങ് തുടങ്ങുന്നത് ഗർഭിണിക്ക് 3 മാസം ഗർഭമാകുമ്പോൾ മുതൽ പേരൻറ്റിങ് ആരംഭിക്കണം. ഒരു കുട്ടി ജനിച്ചു വീണ് കഴിഞ്ഞാൽ ആ കുട്ടിയെ മഹാനാക്കാൻ പേരൻറ്റിങ്ങിൻ്റെ ഭാഗമായി നമുക്ക് ഈശ്വരൻ നൽകിയ സമയം വരെയാണ്. ശാസ്ത്രജ്ഞർ പറയുന്നു 12 വയസ്സ് വരെ, 7ാം ക്ലാസ് വരെ. ഒരു കുട്ടി ജനിച്ചു വീഴുമ്പോൾ കുട്ടിയുടെ തലയൊട്ടി ഒരു ടേപ്പ് വെച്ച് അളന്ന് നോക്കിയാൽ അതിൻ്റെ ചുറ്റളവ് 30 മുതൽ 33 സെൻറ്റിമീറ്റർ ആയിരിക്കും. കുട്ടിക്കൊരു 3 വയസ്സാകുമ്പോൾ വീണ്ടും അളന്നാൽ അത് 36 മുതൽ 39 സെൻറ്റിമീറ്റർ ചുറ്റളവായിരിക്കും. കുട്ടിക്കൊരു 7 വയസ്സാകുമ്പോൾ വീണ്ടും അളന്നാൽ അതൊരു 46 മുതൽ 41 സെൻറ്റിമീറ്റർ ആയിരിക്കും. കുട്ടിക്ക് 12 വയസ്സാകുമ്പോൾ വീണ്ടും കുട്ടിയുടെ തലയൊട്ടി ചുറ്റളവ് എടുത്താൽ 50 മുതൽ 56, 57 സെൻറ്റിമീറ്റർ ചുറ്റളവായിരിക്കും. പിന്നെ തലച്ചോറ് വളരുകയില്ല, തലയോട്ടി വളരുകയില്ല. തലയോട്ടി ഉണ്ടാക്കപ്പെട്ട ക്രൈനിയൽ ബോൺസ് 8 എണ്ണം കോൺക്രീറ്റ് സെറ്റ് ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്യും. പിന്നെ വലിയപ്പെട്ട തല 100ാമത്തെ വയസ്സിൽ അളന്നാൽ 1ാമത്തെ വയസ്സിൽ അളന്നിട്ട് എത്ര ഉണ്ടോ അത്രയും സെൻറ്റിമീറ്റർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഈ 12 വയസ്സ് വരെ, 7ാം ക്ലാസ് വരെ ഈ കുഞ്ഞിനെ വളർത്തുമ്പോൾ പേരൻസ് ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ശാസ്ത്രം അസന്നിഗ്ധമായി തെളിയിക്കുന്നു. കുട്ടിയുടെ തലച്ചോറിന് ബുദ്ധിശക്തി ഉണ്ടാവണം. എന്താണ് ഈ ബുദ്ധിശക്തി? നമ്മുടെ തലച്ചോറ് 60,000 ലക്ഷം ന്യൂറോണുണ്ട്. ഒരു ന്യൂറോണിന് 50 മുതൽ 1000 വരെ ശാഖയുണ്ട്. നമ്മുടെ തലച്ചോറ് പ്രസിക്കുമ്പോൾ ഈ ന്യൂറോൺസിൻ്റെ ശാഖകൾ അല്ലെങ്കിൽ ആടും. അങ്ങനെ ഒരു ന്യൂറോണിൻ്റെ ശാഖ പോയി മറ്റൊരു ന്യൂറോണിൻ്റെ ശാഖയായിട്ട് കൂട്ടിപ്പിടിക്കും. പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ മരണം വരെ അത് പോവുകയില്ല. അതാണ് സിനാപ്സിസ് എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ്റെ തലച്ചോറിന് സിനാപ്സിസ് എത്ര ഉണ്ടോ അത്രയുമാണ് ആ മനുഷ്യൻ്റെ ബുദ്ധിശക്തി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കുഞ്ഞിൻ്റെ തലച്ചോറിലെ സിനാപ്സിസ് കൂട്ടാൻ വേണ്ടി 12 വയസ്സ് വരെ എന്താണ് ഒരു അപ്പനൊന്നും ചെയ്യേണ്ടത്? ശാസ്ത്രം വളരെ കൃത്യമായി തെളിയിച്ചു തന്നിരിക്കുകയാണ്. ആദ്യത്തെ 6 മാസക്കാലം കുട്ടിയുടെ തലച്ചോർ പ്രസിക്കുന്നത് പ്രകാശം കാണുമ്പോഴാണ്. പ്രകാശം കാണുമ്പോൾ കുഞ്ഞിൻ്റെ തലച്ചോറിനകത്ത് ന്യൂറോൺസ് ഇങ്ങനെ ഇളകി ആടും, സിനാപ്സിസ് വർദ്ധിക്കും. കുട്ടി കിടക്കുന്ന ബെഡ്റൂമിൽ റൂഫിലോട്ട് വിളക്കുകൾ ഇങ്ങനെ കത്തിച്ചിരുന്നു. അത് ക്രിസ്മസ് ട്രീ അലങ്കരിക്കുന്ന വിളക്ക് പോലെ കത്തുകയും അണയുകയും സെറ്റ് ചെയ്ത് കൊടുത്താൽ കുട്ടിക്ക് അപാര ബുദ്ധിശക്തി ഉണ്ടാവും. നമ്മുടെ പുരാണങ്ങളുടെ കഥ കേട്ടിട്ടുണ്ടോ? ഹനുമാൻ ജനിച്ച് വീടുടനെ ഹനുമാൻ സൂര്യനെ കണ്ടിട്ട് തിന്നാനൊരു ഒറ്റ ചാട്ടം വെച്ചു. കുട്ടികൾക്ക് പ്രകാശത്തോടുള്ള ആകർഷണമാണ്. അങ്ങനെ താടിയിലൊക്കെ കെട്ടിയിട്ട് അങ്ങനെയാണ് ഹനുമാൻ എന്ന പേരുണ്ടായത്. ഈ ഹനുമാൻ കാണിക്കുന്നത് കുട്ടികൾക്കുള്ള പ്രശ്നമാണ്. അതുകൊണ്ട് കുട്ടി കിടക്കുന്ന ബെഡ്റൂമിൽ മേൽക്കൂരയിൽ ഇങ്ങനെ വിളക്കുകൾ കത്തിയാണ് ഇത് സെറ്റ് ചെയ്യണം. ഇത് കാണുന്ന കുഞ്ഞിൻ്റെ തലച്ചോറിന് അപ്പോൾ ഓരോ ബുദ്ധിശക്തി ഉണ്ടാകും. 6 മാസം 1 വയസ്സ് വരെ കുട്ടിക്ക് 3 നിറങ്ങൾ കാണിക്കണം. കുട്ടിക്ക് ആ പ്രായത്തിൽ 3 നിറങ്ങൾ തിരിച്ചറിയാൻ പറ്റുള്ളൂ: ചുവപ്പ്, പച്ച, മഞ്ഞ. പ്രായപൂർത്തിയായ ഒരു മനുഷ്യന് 3.5 ലക്ഷം നിറങ്ങൾ തിരിച്ചറിയാൻ പറ്റും. പക്ഷേ കുട്ടികൾക്ക് ആ പ്രായത്തിൽ നിറങ്ങളെ ഉണ്ടാക്കുന്ന ബേസിക് കളേഴ്സായ ചുവപ്പ്, പച്ച, മഞ്ഞ. കുട്ടി കിടക്കുന്ന ബെഡ്റൂമിൻ്റെ വിൻഡോ കട്ടറും ഡോർ കട്ടറും എല്ലാം ചുവപ്പ്, മഞ്ഞ
പച്ച നിറങ്ങൾ എല്ലാ കളറിലായിട്ട് സൃഷ്ടിക്കാം. കുട്ടി കിടക്കുന്ന ബെഡ്റൂമിൻ്റെ മേൽക്കൂരി തോരണങ്ങൾ വലിച്ചു കെട്ടണം. തോരണം ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞു, മാർക്സിസ്റ്റ് പാർട്ടിയുടെ മീറ്റിംഗ് നടന്ന സ്ഥലത്തെല്ലാം ചുവന്ന തോരണം വേസ്റ്റ് പ്രോഡക്റ്റ് അവിടെ കിടപ്പുണ്ട്. മുസ്ലിം ലീഗിൻ്റെ മീറ്റിംഗ് നടന്ന സ്ഥലത്തെല്ലാം പച്ച തോരണം കിട്ടും. SNDP മീറ്റിംഗ് നടന്ന സ്ഥലത്തെല്ലാം മഞ്ഞ തോരണം കിട്ടും. ഫ്രീ വേസ്റ്റ് പ്രോഡക്റ്റാണ്. അതവിടെ എടുത്തുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ തൂക്കണം. കുഞ്ഞത് നമ്മുടെ കാണുമ്പോൾ കുഞ്ഞിന് അപാര കളർ ചേഞ്ചസ് മനസ്സിലാവും. വിൻഡോ കട്ടണം, ഡോർ കട്ടണം, ചുവപ്പ്, പച്ച, മഞ്ഞ നിറങ്ങളാക്കണം. അമ്മ കുഞ്ഞിനെ എടുക്കാൻ പോകുമ്പോൾ പ്ലെയിൻ സാരി ഇട്ടുകൊണ്ട് പൊക്കളയുന്നത് ചുവപ്പ, പച്ച, മഞ്ഞ നിറങ്ങൾ ഇട കളറുള്ള സാരി ബ്ലൗസ് കൊണ്ടുകൊണ്ട് പോകണം. കുഞ്ഞി അമ്മയെ കാണുമ്പം കുഞ്ഞിൻ്റെ അമ്മയുടെ ആ സാരിയുടെ ചുവപ്പ, പച്ച, മഞ്ഞ നിറങ്ങൾ ഇട കളറിൽ കാണും. കുഞ്ഞിന് ഓരോ ബുദ്ധിശക്തി ഉണ്ടാകും. വേലക്കാരി കുഞ്ഞിനെടുക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ വേലക്കാരിക്ക് ഫ്രീ ആയിട്ട് 3 സെറ്റ് സാരി ബ്ലൗസ് വാങ്ങി കൊടുത്തേക്കണം. ചുവപ്പ, പച്ച നിറത്തിൻ്റെ സാരി ബ്ലൗസ് ഭാര്യമാർ തന്നെ വാങ്ങിച്ചു കൊടുത്തേക്കണേ. പത്തക്കറിനായിട്ട് സാരി വാങ്ങിച്ചു കൊടുത്ത് കുഴപ്പമുണ്ടായിരുന്നു കുഞ്ഞിന്. അങ്ങനെ ഓരോ വേലക്കാരെ എടുക്കുമ്പോൾ കുഞ്ഞിൻ്റെ തലച്ചോറ് ബുദ്ധിശക്തി ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. 1 വയസ്സ് തൊട്ട് 1.5 വയസ്സ് വരെ കുട്ടിയുടെ തലച്ചോറിന് കോർഡിനേഷൻ ഡെവലപ്പ് ചെയ്യുന്ന സമയമാണ്. ആ സമയത്ത് ശബ്ദവും ചലനവും ഉണ്ടാക്കുന്ന കളിപ്പാട്ടം കുട്ടികളുണ്ട്. ഈ ചലനം കുഞ്ഞിൻ്റെ മുഖത്തുള്ളവരുടെ കണ്ണ് ട്രാക്ക് ചെയ്യും, ശബ്ദം തലയുടെ സൈഡിലെ ചെവി ട്രാക്ക് ചെയ്യും. അപ്പോൾ ചെൻ്റെ അടുത്തോട്ട് കുരക്കാൻ താറാവ് കുഞ്ഞ് ഈ ചലനവും ശബ്ദം മോണിറ്റർ ചെയ്യുമ്പോൾ തലച്ചോറ് ഏകോപിച്ച് വയ്ക്കാനുള്ള കഴിവ് കുട്ടിക്ക് ഡെവലപ്പ് ചെയ്യും. 1 വയസ്സ് തൊട്ട് 1.5 വയസ്സ്, 1.5 വയസ്സ് തൊട്ട് 2.5 വയസ്സ് വരെ കുട്ടിയുടെ ഓറിയൻറ്റേഷൻ ഡെവലപ്പ് ചെയ്യുന്ന കാലം. ഈ സമയത്ത് കുട്ടിക്ക് ചെയ്തു കൊടുക്കേണ്ട ചില കാര്യങ്ങളെപ്പറ്റി ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിട്ടുണ്ട്. ഏറ്റവും ആദ്യം കുട്ടിക്ക് പൊട്ടുന്ന കളിപ്പാട്ടം മാറ്റി കൊടുക്കണം. പൊട്ടാത്ത കളിപ്പാട്ടം കൊണ്ട് യാതൊരു ഗുണവും കുട്ടിക്കുണ്ടാവില്ല. കുട്ടിക്ക് പൊട്ടുന്ന കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുത്ത് കുട്ടിയെ കളിപ്പാട്ടം ഇട്ട് കളിച്ച് കുറച്ച് കളിപ്പാട്ടം പൊട്ടും. കുട്ടി വലിയ വലിയ കരയും. പക്ഷേ കളിപ്പാട്ടം സൂക്ഷിച്ച് വെച്ചിട്ട് ഒരു 2-2.5 വയസ്സാകുമ്പം അമ്മയും കുഞ്ഞും കൂടെ ഇരുന്ന് അല്ലെങ്കിൽ അപ്പനും കുഞ്ഞും കൂടെ ഇരുന്ന് കളിപ്പാട്ടം പ്രിപ്പയർ ചെയ്യണം. റീഫങ്ഷണൽ ആക്കണം. എത്രത്തോളം കളിപ്പാട്ടം പ്രിപ്പയർ ചെയ്ത് റീഫങ്ഷണൽ ആക്കുന്നോ അത് കാണുന്ന കുട്ടി പിൽക്കാലത്ത് വലിയൊരു ശാസ്ത്രജ്ഞനോ വലിയൊരു എഞ്ചിനീയറോ ഒരു ആർക്കിടെക്റ്റോ ഒരു IAS ഓഫീസറോ ഒരു ഒറിജിനൽ തിങ്കറോ ആയി മാറും എന്ന് ശാസ്ത്രജ്ഞർ. ചില അപ്പന്മാർ കളിപ്പാട്ടം വെച്ച് അലമാരി വെച്ച് കൂട്ടും. കുട്ടി അലമാരുടെ മുമ്പിൽ നോക്കി കിട്ടാത്ത കളിപ്പാട്ടം ഇങ്ങനെ നോക്കി വായിലുള്ള ഊറി നോക്കിക്കൊണ്ടിരിക്കും. കളിപ്പാട്ടം വാങ്ങിച്ചിട്ട് കുട്ടി കൊടുക്കാതെ അലമാരി വെച്ച് കൂട്ടുന്ന അപ്പനെ കുട്ടിക്ക് ഒരു 22 വയസ്സ് കഴിയുമ്പോൾ ചെവിക്കലിന് അടിപറ്റിക്കൊന്നും ശാസ്ത്രം പറഞ്ഞു. കൊണ്ടാ കളിപ്പാട്ടം കൊടുക്കാതെ വൈകായി കൊണ്ടുപോകാൻ മനസ്സിലാക്കുന്നുണ്ടാവും. വലിയപ്പോൾ അപ്പൻ ഇപ്പോൾ ഒന്നിച്ച് ബലോ ആട്ടി ഉറപ്പതാണ്. കളിപ്പാട്ടം വാങ്ങിക്കേണ്ട, വാങ്ങിച്ചാൽ കുട്ടി കളിക്കാൻ കൊടുക്കണം. അത് റിപ്പയർ ചെയ്ത് കാണിക്കണം 2-2 വയസ്സാവും. എൻ്റെ വീട്ടിൽ എനിക്ക് എൻ്റെ ഭാര്യയ്ക്ക് ജോലിയാണ്. ഞങ്ങളെന്ത് ചെയ്തു, ഞങ്ങളുടെ ക്വാർട്ടേഴ്സിനടുത്തൊരു സൈക്കിൾ വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടുന്ന് ഒരാളിനെ വിളിച്ചോണ്ട് അവൻ 1 മണിക്കൂർ പ്രിപ്പയർ ചെയ്ത് കാണിച്ചു. അവൻ 75 രൂപ 2 ദിവസം കൊടുക്കുമായിരുന്നു. ഏറ്റവും കൂടുതൽ കളിപ്പാട്ടം പ്രിപ്പയർ ചെയ്ത് കണ്ട 2ാമത്തെ മോളായിരുന്നു. ആ മോൾ ബിടെക്കിന് ഫസ്റ്റ് റാങ്കായിരുന്നു. കളിപ്പാട്ടം പ്രിപ്പയർ ചെയ്ത് കണ്ട മോൾ. അതുകൊണ്ട് കളിപ്പാട്ടം പൊട്ടിച്ച് അത് റിപ്പയർ ചെയ്ത് കാണിക്കണം. നിങ്ങളുടെ കുട്ടി ഒരു വലിയ ശാസ്ത്രജ്ഞനോ ഒരു എഞ്ചിനീയറോ ആർക്കിടെക്ടറോ ഒരു വലിയ IAS ഓഫീസറോ ഒരു വലിയ തിങ്കറോ ഒക്കെ ആയിട്ട് മാറും. രണ്ടാമതായി കുട്ടിക്ക് ചിത്രങ്ങളുണ്ട്. ചിത്രം കുട്ടിക്ക് കളിക്കും, പെട്ടെന്ന് കീറും. കുട്ടിക്ക് ഈ മോട്ടോർ കോർഡിനേഷൻ ഇല്ല. കുട്ടി വലത്തോട്ട് കൈ പിടിച്ചായിരിക്കും, പക്ഷേ കുട്ടി കൈ അടുത്തോട്ടാകുമ്പോൾ കീറി കഴിഞ്ഞാൽ ചിത്രം സൂക്ഷിക്കണം. 2-2.5 വയസ്സാകുമ്പോൾ അമ്മയും കുഞ്ഞും കൊണ്ടിരുന്നത് അതിൻ്റെ ഏതൊരു വയസ്സിൽ സെലോറ്റേറ്റ് കൊണ്ട് ചിത്രം പുനഃസ്ഥാപിക്കണം. എത്രത്തോളം ചിത്രങ്ങൾ പുനഃസ്ഥാപിക്കുന്നു അത്രത്തോളം നമ്മുടെ കുട്ടി മുൻകാലത്ത് വലിയൊരു കലാകാരനായിട്ട് ഒരു ലിയോണോ ഡാവിഞ്ചിയോ ഒരു മൈക്കിളാഞ്ചലോയോ ഒരു പാട്ടുകാരൻ യേശുദാസോ ഒരു രാജാ രവിവർമ്മയൊക്കെ തീരുമെന്ന് ശാസ്ത്രജ്ഞന്മാർ. മൂന്നാമതായി കുട്ടികൾക്ക് ബലൂൺ മാറ്റം. ബലൂൺ കുഞ്ഞിനെ വെച്ച് വീർപ്പിച്ച് കൊടുത്താൽ വളരെ ബെസ്റ്റാണ്. കുട്ടി കുറച്ചു നേരം കളിക്കും. ബലൂൺ ടപ്പൊന്ന് കൊണ്ടുകൊണ്ട് കുട്ടി വലിയ കരയും. അപ്പന് വലിയ ശരിക്കും അപ്പനറിയപ്പെട്ട സാധനമാണ്. സിമ്പിൾ കെമിസ്ട്രിയാണ്. റബ്ബറിനകത്ത് കാർബൺ ഡയോക്സൈഡ് കയറിയാൽ എക്സോസ്മോസിലൂടെ ബലൂൺ പൊട്ടും. ഒരു ബലൂൺ പൊട്ടും അടുത്ത ബലൂൺ പൊട്ടും. ആ ബലൂൺ പൊട്ടും അടുത്ത ബലൂൺ പൊട്ടും. എത്രത്തോളം ബലൂൺ പൊട്ടിക്കുന്നു ആ കുഞ്ഞിന് മനസ്സിലാവും ജീവിതം നശ്വരമാണ്. ഞാൻ മരിച്ചാൽ ഈ ലോകത്ത് ആളുകളെന്നെ ഓർത്തിരിക്കണം. അവൻ അല്ലെങ്കിൽ അവൾ അനശ്വരൻ, അവൻ പരിശ്രമിക്കും. ഇംഗ്ലീഷിൽ പറയും ഫെയിം ഇസ് ദ ലാസ്റ്റ് ഇൻഫോർമേറ്റ് ഓഫ് നോബിൾ സോൾസ്. മഹാനവാബ് കൃഷ്ണ നോബിൾ സോൾസിൻ്റെ ഒരു വീക്ക്നെസ്സാണ്. ചില കുട്ടികൾക്ക് മനസ്സിലാവും ശരീരം നശ്വരമാണ്, ആത്മാവ് അനശ്വരമാണ്. അങ്ങനെയാണ്
കുട്ടിക്ക് മനസ്സിലാവുന്നെങ്കിൽ കുട്ടി ഒരു വിവേകാനന്ദ സ്വാമിയോ ഒരു മദർ തെരേസായോ ഒരു ശ്രീ രവിശങ്കറോ ഒക്കെ ആയി മാറും എന്ന് ശാസ്ത്രജ്ഞനാണ്. നാലാമതായി മുത്തശ്ശനെ മുത്തശ്ശിയെ ശുശ്രൂഷിക്കുമ്പോൾ കുഞ്ഞിനെ കൊണ്ട് വിളിച്ചോണ്ട് വന്നു. കുഞ്ഞിനോട് ചെറിയ ഗോൾ കൊടുക്കും, മോനെ നമുക്ക് വെള്ളം കൊണ്ടുവന്ന അപ്പനെ നമുക്ക് കുളിപ്പിക്കാം, മോളോടണം മോളെ തോട്ടത്തിൽ നമ്മുടെ അമ്മച്ചേർക്ക് തുടക്കണ്ടേ. മുത്തശ്ശനെ മുത്തശ്ശിയെ ശുശ്രൂഷിക്കുന്ന കുട്ടികൾ കണ്ടാൽ ആ കുട്ടികൾ പിൻകാലത്ത് മഹാനോ മഹതിയോ ഡോക്ടറോ ഒരു ഫ്ലോറൻസ് നൈറ്റിംഗേലോ ഒരു നേഴ്സോ സാമൂഹ്യ പ്രവർത്തന രംഗത്ത് അത്ഭുതം സൃഷ്ടിക്കുന്ന സാമൂഹ്യ പ്രവർത്തകനോ പ്രവർത്തകയൊക്കെയായി തീരും എന്ന് ശാസ്ത്രജ്ഞനാണ്. ഈ 4 കാര്യങ്ങൾ 1.5 വയസ്സ് തൊട്ട് 2.5 വയസ്സ് ചെയ്തു. 2.5 വയസ്സാവുമ്പോൾ കുട്ടിയുടെ ജീവിതത്തിൽ മറ്റൊരു മേഖല ആരംഭിക്കുകയാണ്. അതാണ് കമ്പാരിറ്റീവ് അനാലിസിസ് ഉള്ള കഴിവ്. ഈ കമ്പാരിറ്റീവ് അനാലിസിസ് ഇല്ലെങ്കിൽ ഒരാൾക്ക് ഡോക്ടർ ആവാൻ പറ്റില്ല. ഒരു ഡോക്ടർ എടുത്ത് രോഗി വന്നു, ഡോക്ടറെ എനിക്കൊരു തലവേദന ഉണ്ടാകുന്ന 20 രോഗമുണ്ട്, അതിലെന്തുമാണ് ഈ മനുഷ്യൻ ഡോക്ടറെ ചിന്തിക്കും. ഡോക്ടറോട് മറന്നുപോയി. എല്ലാ മരുന്നിനും സൈഡ് എഫക്റ്റ് ഉണ്ട്, എല്ലാ മരുന്നിനും കോൺട്രാ ഇൻഡിക്കേഷൻ ഉണ്ട്. ഇത് വേർതിരിച്ചറിയാതെ ഒരു ഡോക്ടർ മരുന്ന് കുറിച്ചാൽ രോഗി ചത്തു. ഈ കമ്പാരിറ്റീവ് അനാലിസിസാണ് ഒരു ഡോക്ടറാക്കുന്നത്. എന്നെപ്പോലെ IAS പരീക്ഷ പാസ്സായി SPO കളക്ടറായിട്ടൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒരു ജില്ലയ്ക്കകത്ത് 150 ഗ്രാമമുണ്ട്. ഓരോ ഗ്രാമത്തിലും ജനസംഖ്യ എത്ര, ഏത് മതക്കാർക്ക് ഭൂരിപക്ഷം, ഏത് ജാതിക്കാർക്ക് ഭൂരിപക്ഷം, ആ ഗ്രാമത്തിൽ സ്ഥിരമായ പ്രശ്നമുണ്ടോ, ഇതെല്ലാം ചിന്തിക്കാത്ത ആൾക്ക് കളക്ടേഴ്സിലാവാൻ പറ്റിയ. അപ്പോൾ ഈ കമ്പാരിറ്റീവ് അനാലിറ്റിക്കൽ പവർ കുട്ടിക്കുണ്ടാവാൻ തുടങ്ങുന്ന 2.5 വയസ്സാകുന്നതാണ്. അവിടെ ശാസ്ത്രജ്ഞന്മാർ പറയുന്നു ഒരു പേരൻ്റെ കുട്ടിക്ക് വേണ്ടി ചില പ്രത്യേക കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. അതിലാദ്യത്തേത് കുട്ടിക്ക് ഒബ്സർവേഷൻ പവർ ഡെവലപ്പ് ചെയ്യണം. അതിനാണ് നഴ്സറിയിൽ കുട്ടിക്ക് പാട്ട് പഠിപ്പിക്കുന്നത്. ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ ഹൗ ഐ വണ്ടർ വാട്ട് യു ആർ അപ്പ് അബവ് ദ വേൾഡ് സോ ഹൈ ലൈക്ക് എ ഡയമണ്ട് ഇൻ ദ സ്കൈ. കുട്ടി ആകാശം നോക്കി നക്ഷത്രം ചിഹ്നം കണ്ടിട്ട് കുട്ടി ആ നക്ഷത്രത്തെ തിരിച്ചറിയാൻ. ഇതേ നഴ്സറി മലയാളത്തിലുണ്ട്. കൊച്ചു നക്ഷത്രമേ നിന്നെ ആരാ മച്ചിലിരുത്തിയത് അമ്മയാണ്, വല്ലതും തട്ടി മറിച്ചു നീ, വല്ലാതെ വാശി പിടിച്ചു നീ. ചെറുപ്പത്തിൽ നമ്മൾ വഴക്കുണ്ടാക്കുമ്പോൾ എൻ്റെ വീട് നമ്പൂതിരിയില്ല, അതിനെ മച്ചിൻ്റെ മേലിൽ കയറ്റി, പണ്ടത്തെ പണിഷ്മെൻറ്റാണ്. അങ്ങനെ കുട്ടിയെ മച്ചിൻ്റെ മണ്ടേ കയറ്റി കുട്ടി നോക്കുമ്പോൾ നക്ഷത്രത്തെ കാണും. കുട്ടി നക്ഷത്രം ചോദിക്കുകയാണ്, കൊച്ചു നക്ഷത്രമേ നിന്നെ ആരാ മച്ചിലിരുത്തിയത് അമ്മയാണോ. പിന്നെ ഇവനെ അവിടെ ഇരുത്തിയ കുറ്റം നക്ഷത്രം ദൈവം ചോദിക്കുകയാണ്, വല്ലതും തട്ടി മറിച്ചു തോന്നി, വല്ലാതെ വാശി പിടിച്ചു തോന്നി. എന്താണ് നഴ്സറിയിൽ ചെയ്യുന്നത്? ഒബ്സർവേഷൻ പവർ ഡെവലപ്പ് ചെയ്യാൻ. ഓരോ നഴ്സറിയിലൊരു കഥയുണ്ട്. ടീച്ചറെ കഥ പറഞ്ഞു കൊടുക്കും. ഹംഡി ഡംഡി sat on the wall, Humpty Dumpty carried a fall. All the king's horses and men could not put Humpty Dumpty back on the wall. അരണി ഹംഡി ഡംഡി ഉച്ചാടമുണ്ടാവനാണ്. 1985 ബോസ്റ്റോൺ യുദ്ധത്തിൽ അതേപോലെ മുടന്തനായി നമ്മൾ നടക്കുമ്പോൾ ഹംഡി ഡംഡി നിന്ന് നടക്കും. ആ യുദ്ധത്തിൽ അദ്ദേഹം പരാജയപ്പെട്ടു. അദ്ദേഹത്തിന് കുതിരയ്ക്ക് വെടികിട്ടി. കുതിര താഴെ ചാടി ചെയ്തിട്ട് പറഞ്ഞു, എ ഹോഴ്സ് മൈ കൺട്രി ഫോർ എ ഹോഴ്സ്. എനിക്കൊരു കുതിരയെ തന്നാൽ അവൻ രാജ്യം തന്നേക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഹംഡി ഡംഡി കളിയാക്കാണ്. ഒരു കുതിരയില്ലടാ, ഓൾ ദ കിങ്സ് ഹോഴ്സ് ആൻഡ് മെൻ കുഡ് നോട്ട് പുട്ട് ഹംഡി ഡംഡി ബാക്ക് ഓൺ ദ വോൾ. കഥയാണ്. ഓരോ നഴ്സറിയും ഒരു കഥയാണ്. Pussycat, where have you been? I have been to London to look at the queen. അതാണ് ഈ പുസ്തക്കാരൻ. എലിസബത്ത് പ്രേമിച്ചിരുന്ന വാട്ടർ വാലിൽ പോകുന്നുണ്ടായിരുന്നു. അയാൾക്ക് പുരുഷ ശബ്ദമില്ല, എന്ന് പറഞ്ഞാൽ അയാളെ കളയാക്കി വിളിച്ചവരാണ് പുസ്തക്കാരൻ. വേറെ ഹാബിറ്റ് എവിടെ പോയാൽ വാട്ടർ വാലി. വാട്ടർ വാലി ആര് ചോദിച്ചാൽ വാട്ടർ വാലി പറയും, ഐ ഹോവ് ബീൻ ടു ലണ്ടൻ ടു ലുക്ക് അറ്റ് ദ ക്വീൻ. ഞാൻ റാണിയെ കാണാൻ ലണ്ടനിൽ പോയി പാലാടി. പക്ഷേ എലിസബത്ത് ആരെയും കല്യാണം കഴിച്ചത് ഈ മണ്ടശ്ശേരി പണി ജയിലിൽ കിടന്ന അടുത്ത അവസാനം. അപ്പോൾ ഈ വാട്ടർ വാലി കഥ പറയാണ് പുസ്തക്കാരൻ വേറെ ഹാബിറ്റ്. അപ്പോൾ ഇങ്ങനെ ചരിത്രത്തിൽ ഓരോ സംഭവം എടുത്തിട്ടാണ് ഒരു നഴ്സറി ഉണ്ടാകുന്നത്. നഴ്സറിയിൽ കേൾക്കുന്ന കുട്ടിക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടി ഒബ്സർവേഷൻ പവർ ഉണ്ടാവും, സീക്വൻഷ്യൽ മെമ്മറി കുട്ടിക്ക്. അത് കഴിയുമ്പോൾ കുട്ടിയുടെ സംഭാഷണം ശരിയാവും. അപ്പോൾ എത്രയും കൂടുതൽ ആളുകൾ കുട്ടിയോട് സംസാരിക്കുന്നോ അത്രയുമാണ് കുട്ടിയുടെ വൊക്കാബുലറി ബിൽഡിങ്, സംഭാഷണ ശേഷി. അപ്പോൾ ഇതുവരെ കുട്ടിയോട് പലരും സംസാരിക്കും, അതങ്ങോട്ട് കുട്ടിക്ക് മനസ്സിലാവും. അപ്പോൾ ഇംഗ്ലീഷ് ഭാഷ കുട്ടിയെ പഠിപ്പിക്കാൻ വേണ്ടി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർമാർ നല്ലപോലെ ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ പന്തിരായ വാക്ക് അറിഞ്ഞിരിക്കണം. അങ്ങനെ ആ പന്തിരായ വാക്കുകൾ ചേർത്ത്
അവരൊരു കോമഡി സീരീസ് ഉണ്ടാക്കി. കോമഡി സീരീസ്. അപ്പോൾ ആ കോമഡി സീരീസ് കുട്ടി കണ്ടോണ്ടിരിക്കും. അവിടെ പട്ടിയും പൂച്ചയും പന്നി എല്ലാം കൂടെ വർത്താനം പറയുകയാണ്. ആ കോമഡി കുട്ടി കാണുമ്പോൾ കുട്ടിക്ക് ആ സംഭാഷണത്തിലൂടെ 12,000 വാക്കുകൾ മാസം വരും. കഥ പറയുന്ന മുത്തശ്ശി എന്ന് പറഞ്ഞ മലയാളത്തിലുള്ള ചിൽഡ്രൻസ് എൻസൈക്ലോപീഡിയ സീരീസാണ്. 150 കാസറ്റാണ്. അത് കേൾക്കുന്ന കുട്ടിക്ക് മലയാള ഭാഷ സംസാരിക്കാനുള്ള കഴിവ് കിട്ടും. ജംഗിൾ കാണുന്ന വായിക്കുന്ന കുട്ടി അവിടെ പട്ടിയും പൂച്ച വർത്താനം പറയാണ്. പക്ഷെ ഇംഗ്ലീഷ് ഭാഷയാണ് കുട്ടിയെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കുട്ടിയുടെ ഭാഷ നന്നാകണം. അതിൽ മുത്തശ്ശിയുടെ സംഭാഷണം അതിൽ വളരെ വീട്ടിലാളുകൾ സംസാരിക്കുന്നത് വളരെ പ്രധാനമാണ്. അപ്പോൾ ആ സമയത്താണ് ഈ കമ്പാരിറ്റീവ് അനാലിസിസ് ഉണ്ടാകുന്നത്. ഒന്നിനെ ഒന്നുകൂടെ താരതമ്യപ്പെടുത്തി മനസ്സിലാക്കാനുള്ള കഴിവാണ്. അതെന്ത് ചെയ്യണം? കുട്ടിയെ കൊണ്ട് രാവിലെ അമ്മയും കൊണ്ട് എഴുന്നേറ്റ് കുഞ്ഞിനെ കൊണ്ട് നേരെ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ വരും. ഗുരുവായൂരപ്പൻ്റെ പടത്തിന് മുമ്പിൽ വരും. എന്നിട്ട് അമ്മയും കൊണ്ട് പാടും. പിച്ചി മന്ദാരം തുളസി പിച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കൈ തൊഴുന്നേ. കുട്ടി അമ്മ പറഞ്ഞു കൊടുക്കും, മോനെ ഇതാണ് പിച്ചി, ഇതാണ് മന്ദാരപ്പൂവ്, ഇതാണ് തുളസിപ്പൂവ്. കുട്ടി പൂക്കളെ തിരിച്ചറിയാൻ മനസ്സിലാവും. പൂക്കൾ എന്ന വാക്കിനാണ് പൂക്കളെ തിരിച്ചറിയാൻ പഠിക്കുക. വസന്തകാലം വരും. വീട്ടിലമ്മ പാടി കേൾപ്പിക്കും. കുമാരനാശാന്റെ പ്രസിദ്ധമായ കവിത, പൊക്കുന്നിതാ മുല്ല പൊക്കുന്നിലങ്ങി പൂക്കുന്നു തേനോ പൂക്കുന്ന ശോകം. അപ്പോൾ ഓരോ പൂവ് വേർതിരിച്ച് കാണിക്കുകയാണ്. മനസ്സിലാവും, വേർതിരിച്ച് കാണാൻ ഉണ്ടാവും. കുട്ടിയെ കൊണ്ട് യാത്ര ചെയ്യണം. കാർ മുമ്പിലോട്ട് ഇരുത്തി കുട്ടിയെ കൊണ്ട് യാത്ര ചെയ്യണം. യാത്ര ചെയ്യുമ്പോൾ കുട്ടി നോക്കുമ്പോൾ 1 ആറടി പൊക്കാരം എടുത്ത് വരുന്നു. പിന്നെ ഒരു 4 അടി പൊക്കാരം വരുന്നു. പിന്നെ 2 അടിയുള്ള 6 അടി മുന്നം വരുന്നു. ഒരുത്തൻ നല്ല കറുത്തിരിക്കുന്നു, ഒരുത്തനോട് സായിട്ട് വെളുത്തിരിക്കുന്നു, ചൈനക്കാരൻ മഞ്ഞിച്ചിരിക്കുന്നു. പല നിറങ്ങൾ. ഒരു സ്ത്രീ സാരി എടുത്തുകൊണ്ട് വരുന്നു. അതിനെക്കുറിച്ച് ജപ്പാൻകാരി കുന്നോണം എടുത്തുകൊണ്ട് വരുന്നു. വേറൊരു പെൺകുച്ച് പാവാട എടുത്തുകൊണ്ട് വരുന്നു. കുട്ടി ഇങ്ങനെ ശ്രദ്ധിക്കുന്നതല്ല. കുട്ടിക്ക് ഒന്നിനോട് കമ്പയർ ചെയ്യാനുള്ള കഴിവുണ്ടാവുന്നു. 2.5 വയസ്സ് കഴിഞ്ഞാൽ കുട്ടിയെ 5-6 മാസം കൂടുമ്പോൾ മൃഗശാലയിൽ കൊണ്ടുപോകണം. മൃഗശാല ഇന്ത്യയിൽ 2ാമത്തെ മൃഗശാല കേരളത്തിലാണ്. ഭോപ്പാൽ മൃഗശാല കഴിഞ്ഞ 2ാമത് ഇന്ത്യയിൽ മൃഗശാല ഉണ്ടാക്കി തിരുവനന്തപുരത്ത് സൂവാണ് 1903. കുട്ടിയുടെ നഴ്സറി കുട്ടി പോരാൻ തുടങ്ങിയ പടമാണ്. അവിടെ ചെല്ലുമ്പോഴോ ഒരു അറക്കാത്തൊരു ഗൊറില്ല കിടക്കണം. അപ്പുറത്തൊരു ചിമ്പൻസി, അതിനപ്പുറത്തൊരു ഉറാങ്ങുട്ടാൻ, അതിനപ്പുറത്തൊരു ഗിബൺ, അതിനപ്പുറത്തൊരു സിംഹവാലം കുരങ്ങൻ. എല്ലാം കുരങ്ങാണ്. പക്ഷേ ഈ കുരങ്ങന്മാർ തമ്മിൽ വ്യത്യാസം കുഞ്ഞി ശ്രദ്ധിക്കുന്നു. പലതരം കുരങ്ങന്മാർ ഡിഫറൻറ്റ് കുട്ടിക്ക് മനസ്സിലാവും. കുട്ടിയുടെ നഴ്സറി ബുക്കിൽ തത്തമ്മയുടെ പടമാണ്. ചുവന്ന ചുണ്ടുള്ള മഞ്ഞത്തൂറുള്ള പച്ചത്തൂറുള്ള തത്തമ്മ. മൃഗശാല ചെന്നാലോ സൈബീരിയൻ തത്തമ്മ, ഇന്തോനേഷ്യൻ തത്തമ്മ, ആഫ്രിക്കൻ തത്തമ്മ, അമേരിക്കൻ തത്തമ്മ ഭയങ്കര ഡിഫറൻ്റാണ്. കുട്ടി ഇതിനെ താരതമ്യപ്പെടുത്തി കമ്പാരിറ്റീവ് അനാലിസിസ് ഉണ്ടാവും. എത്രത്തോളം കമ്പാരിറ്റീവ് അനാലിസിസ് കുട്ടിക്ക് സൃഷ്ടിക്കുന്നോ അത്രത്തോളം കുട്ടി പിൽക്കാലത്ത് വലിയ നിലവിൽ എത്തിച്ചേരും. വലിയ നിലവിൽ കുട്ടിക്ക് അത്യാവശ്യം സമയമാണ്. മനുഷ്യൻ്റെ തലച്ചോറിൽ ഒരു മനുഷ്യൻ ആരായിട്ട് നിശ്ചയിക്കുന്ന പ്രായം ഏതാണ്? ശാസ്ത്രജ്ഞർ പറയുന്നു 3 വയസ്സ് തൊട്ട് 7 വയസ്സ് വരെ. LKG, UKG, സ്റ്റാൻഡേർഡ് 1, സ്റ്റാൻഡേർഡ് 2. ഇത് 4 വർഷമാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 4 വർഷം. ആ 4 വർഷം എന്ത് കഥ കേൾക്കുന്നു, ആര് സംസാരിക്കുന്നു, അതാണ് കുട്ടി നിശ്ചയിക്കുന്ന പ്രായം. ആ പ്രായത്തിൽ ഏത് നഴ്സറി സ്കൂളാണ് കുഞ്ഞിനെ വിടുന്നുള്ളത് കുഞ്ഞിൻ്റെ ജീവൻ തീരുമാനക്കാരനാണ്. നിങ്ങൾ ഭാഗ്യവശാൽ ശ്രീ ജയശങ്കറിൻ്റെ വിദ്യാലയത്തിൽ വിട്ടിരിക്കാൻ ഇവിടുത്തെ ആ LKG, UKG, സ്റ്റാൻഡേർഡ് 1, സ്റ്റാൻഡേർഡ് 2 പഠിക്കുന്ന സാർമാരാണ് കുട്ടിയെ എങ്ങോട്ട് തിരിച്ചു വിടുന്നതിൽ പ്രാധാന്യമുള്ളതാണ്. കുട്ടിക്ക് 3 വയസ്സായി കഴിയുമ്പോൾ 9 വയസ്സ് വരെ വളരെ പ്രധാനപ്പെട്ട അടുത്ത സ്റ്റേജ് നമുക്ക് തുടങ്ങാൻ. ലോകചരിത്രത്തിലെ മഹാന്മാരിൽ ഭൂരിപക്ഷവും 3 വയസ്സ് 9 വയസ്സ് വരെ അപ്പനൊന്നും വളർത്തിയ കുട്ടികളല്ല, മുത്തശ്ശിനും വളർത്തിയ കുട്ടികളാണ് ലോകചരിത്രത്തിലെ മഹാന്മാരായ ആളുകളിൽ ഭൂരിപക്ഷം. ബുദ്ധഭഗവാൻ ജനിച്ച 5-ാം ദിവസം മായാദേവിക്ക് മരിച്ചുപോയി. മായാദേവിയുടെ അമ്മ മുത്തശ്ശി കൊണ്ടുപോയി ബുദ്ധഭഗവാനെ വളർത്തി. സോക്രട്ടീസിന് 3 വയസ്സാണ് അപ്പൻ ചത്തുപോയി. മുത്തശ്ശിയും കൊണ്ട് വളർത്തി.
പ്ലേറ്റോക്ക് 4 വയസ്സാണ് അപ്പം ചത്തുപോയി, മുത്തശ്ശിയെ കൊണ്ട് വളർത്തി. അരിസ്റ്റോട്ടിന് 5 വയസ്സ് കഴിയുമ്പോൾ അപ്പൻ അമ്മയെ ചത്തുപോയി, മുത്തശ്ശിയെ കൊണ്ട് വളർത്തി. പ്രവാചകനായ മുഹമ്മദ് നബി ഗർഭത്തിൽ നിന്നപ്പോഴേ അപ്പം ചത്തുപോയി, അമ്മ 6 വയസ്സ് ചത്തുപോയി. മുത്തച്ഛൻ മുത്തലിബും കൊണ്ട് കൊണ്ടുപോയി പ്രവാചകനെ വളർത്തി. ഐസക് ന്യൂട്ടൻ ഗർഭത്തിൽ നിന്നപ്പോഴേ അപ്പം ചത്തുപോയി, അമ്മ വേറൊരുത്തനെ കല്യാണം കഴിച്ചു. അമ്മയുടെ അമ്മ കൊണ്ടുപോയി ഐസക് ന്യൂട്ടനെ വളർത്തി. ഇമ്മാനുവേലക്കാരൻ 1 വയസ്സുള്ള അപ്പനും അമ്മയും റോഡേ പോകുന്ന ഒരു ആക്സിഡൻറ്റ് ചത്തുപോയി. മുത്തശ്ശിയും കൊണ്ടുപോയിട്ട് ഇമ്മാനുവേലക്കാരനെ വളർത്തി. എൻസൈക്ലോഡിയ ബയോഗ്രഫീസിൽ 20,000 മഹാന്മാരെടുത്ത് പഠിച്ചപ്പോൾ അതിൽ 60% മഹാന്മാരും 3 വയസ്സോ 9 വയസ്സോ മുത്തശ്ശിമാർ വളർത്തിയ കുട്ടികളാണ്. അപ്പം മുത്തശ്ശി കുഞ്ഞുങ്ങളെ വളർത്തിയാലേ കുഞ്ഞു മഹാനോ പകുതിയാവുള്ളൂ. 3 വയസ്സോ 9 വയസ്സോ വളരെ പ്രധാനപ്പെട്ട കാലമാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഭാഗ്യവശാൽ മുത്തശ്ശി ഉണ്ടെങ്കിൽ ആ മുത്തശ്ശനും കുഞ്ഞിനെ വളർത്താൻ പറ്റും. 3 വയസ്സ് നിങ്ങളുടെ ഒരേ മുറിയിലാണ്, ബെഡ്റൂമിൽ മുത്തശ്ശിയുടെ ബെഡ്റൂമിൽ കുഞ്ഞിനെ കൊടുത്തേക്കണം. എന്തുകൊണ്ടാണ് ഈ മുത്തശ്ശനും വളർത്തുന്ന കുട്ടി മഹാന്മാരായി തീരുന്നത്? ശാസ്ത്രജ്ഞന്മാർ വളരെ കൃത്യമായി പഠിച്ചു. അവർ പറയുന്ന കാരണങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം. ഏറ്റവും ആദ്യം ഒരു മഹാനായ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ലക്ഷണം എന്താണ്? സെൻസ് ഓഫ് ഹിസ്റ്ററി, ചരിത്രത്തെ അപഗ്രഹിക്കാനുള്ള കഴിവ്. മഹാന്മാർ സംസാരിക്കുമ്പോൾ ചരിത്രം പറ്റാൻ സംസാരിക്കുന്നത്. ഗെറ്റിസ്ബർഗിൽ എബ്രഹാം ലിങ്കൺ പ്രസംഗിക്കുകയാണ്, 4 schools and 7 years ago our forefathers brought forth upon this continent a great nation conceived of liberty, dedicated to the principle that all men are created equal. 87 വർഷത്തിന് മുമ്പ് അമേരിക്കൻ ഭരണഘടന ഉണ്ടാക്കി ഓർപ്പിച്ചുകൊണ്ടാണ് ലിങ്കന്റെ പ്രസംഗം. സ്വാതന്ത്ര്യത്തിന് അർദ്ധരാത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്രസംഗിക്കാനായിട്ട് പ്രസംഗം തുടങ്ങാണ്. Long years ago we made a tryst with destiny and now the time has come when we should redeem our floods. ചരിത്രത്തെ അപഗ്രഹിക്കാൻ കഴിവുണ്ടാകും. ഈ കഴിവ് കുട്ടി കൊടുക്കുന്ന ആരാധനയാണോ? മുത്തശ്ശി. മുത്തശ്ശിയുടെ മടിയിലോട്ട് കയറും. മുത്തശ്ശി കഥ മുത്തശ്ശി എന്ന് പറയും. മുത്തശ്ശിയോടുള്ള കഥകൾ പറഞ്ഞു. പണ്ട് രാജാവുണ്ടാകുന്ന once upon a story tale there lived a king. Long years ago there lived a king എന്നൊരു കഥ കൊണ്ടുവരാനാണ്. കുറച്ച് കഴിയുമ്പോൾ കഥയ്ക്ക് ഡെഫിനറ്റ് ഹിസ്റ്ററി ഉണ്ട്. 500 വർഷത്തിൽ അക്ബർ ചക്രവർത്തിയുടെ വലിയ ഭരിച്ചതാണ്. 250 കൊല്ലത്തിന് മാർത്താണ്ഡ പറഞ്ഞ രാജാവ് തിരുവിതാംകൂർ ഭരിച്ചു. ഈ ചരിത്രം കുട്ടിയെ പിടിച്ചെടുക്കും. അത് പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് മഹാനായ ഒരു വ്യക്തിക്ക് ആവശ്യമുള്ള സെൻസ് ഓഫ് ഹിസ്റ്ററി കിട്ടും. കടമ്പൻ രാമകൃഷ്ണൻ പുറത്തിരുന്ന കവിത അത് നടുഭാഗത്ത് കടമ്പട്ട് പറയുകയാണ്, നിങ്ങളറിയില്ല നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. കവിത അവസാനിക്കണം. കടമ്പട്ട് തിരുത്തി, നിങ്ങൾ അറിയണം നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. നിങ്ങൾ അറിയണം നിങ്ങളെങ്ങനെ നിങ്ങളായി. അപ്പം ഇങ്ങനെ ഈ മുത്തശ്ശിയുടെ കഥയിൽ നിന്ന് കുട്ടിക്ക് സെൻസ് ഓഫ് ഹിസ്റ്ററി ഉണ്ട്. ആ കുട്ടി പിൽക്കാലത്ത് ചരിത്രത്തെ അപകടത്തിൽ ജീവിക്കാൻ കഴിവുള്ള മഹാനായ ഒരു വ്യക്തിയായി. രണ്ടാമത്, മുത്തശ്ശി കഥ പറയുമ്പോൾ ചില ഹീറോസിൻ്റെ കഥയുണ്ട്. സിൻബാദിൻ്റെ കഥ, ഹെർക്കുലീസിൻ്റെ കഥ, അർജുനൻ്റെ കഥയുണ്ട്. മുത്തശ്ശി ഏതൊരു മഹാനെയാണോ പറയുന്നത് ആ മഹാന് എന്ത് ഗുണമാണ് മുത്തശ്ശി ആ മഹാനെ പറ്റി കഥ പറയാനുള്ള കാരണമെന്ന് കുട്ടി ശ്രദ്ധിക്കുന്നു. ആ ഹീറോ വർഷത്തിലൂടെ കുട്ടി ആ ഗുണങ്ങളെ സംശയിക്കും. മുത്തശ്ശി ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ കഥ പറഞ്ഞു കൊടുത്താൽ കുട്ടിക്ക് നാളെ ഒരു ശാസ്ത്രജ്ഞനാകാൻ വേണ്ടി ആഗ്രഹമുണ്ടാകും. കുട്ടി കാഷ്യസ് ക്ലേയുടെ കഥയാണ് പറഞ്ഞു കൊടുക്കുന്നതെങ്കിൽ കുട്ടി വളരെ ഇടിച്ച് നേതാവാകും. കുട്ടി അമ്മ സുനിൽ ക്ലാസ് കഥയാണ് പറയുന്നതെങ്കിൽ കുട്ടിക്ക് സ്പോർട്സ്മാൻ ആഗ്രഹമാണ്. മുത്തശ്ശി കായങ്ങളെ വെച്ചൊരു കഥ പറഞ്ഞു കൊടുത്താൽ അവൻ നല്ലൊരു കള്ളനായി തീരുക. കുട്ടി നല്ലൊരു കള്ളനായി തീരും. മുത്തശ്ശി ഏത് മഹാന്റെ കഥ പറയുന്നോ ആ മഹാന്റെ ഗുണങ്ങളെ ഹീറോ വർഷങ്ങളോട് കുട്ടി സംശയിക്കുകയും കുഞ്ഞാതിശയിലോട്ട് തിരികെയും. മൂന്നാമത് സംഭവിക്കും, മുത്തശ്ശി പറയുന്ന കഥക്കകത്തല്ല പ്രോബ്ലം സോൾവിങ്ങാണ്. സിനിമ കപ്പൽ യാത്രയ്ക്ക് 1-ാം തീയതി പ്രശ്നം, 2-ാം തീയതി പ്രശ്നം, 3-ാം തീയതി പ്രശ്നം, സമുദ്ര പ്രശ്നം പഠിക്കും, ഭീമസേന അവിടെ പ്രശ്നം, ഇവിടെ പ്രശ്നം, ഹനുമാൻ പാലം കൊണ്ട് കിടന്നു. അപ്പം ഈ പ്രോബ്ലം ഈ മഹാൻ ബുദ്ധിപരമായി സോൾവ് ചെയ്യുന്നതാണ് ഈ മുത്തശ്ശിയുടെ കഥയുടെ സാരം. കുട്ടി അതിൽ കണ്ടുപിടിക്കുന്നറിയാമോ? പ്രോബ്ലം സോൾവിങ്. മാനേജ്മെൻറ്റ് സയൻസ് കുട്ടി പഠിക്കും. കുട്ടി പിൽക്കാലത്ത് MBA ഒക്കെ പാസ്സായി വലിയ കുമ്പിനോട് മാനേജ് ഡയറക്ടറോ ഒരു ജനറൽ മാനേജറൊക്കെ ആയി മാറും.
മുത്തശ്ശിയുടെ കഥയിലെ ഹീറോ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന കുട്ടി സംശയിക്കുകയാണ്. 4-ാമത് സംഭവിക്കണം, മീൻകറി വെക്കണം. മുത്തശ്ശി കുഞ്ഞിനെ കൊണ്ടുണ്ട്, ഒന്ന് പിടിക്കണേ എന്ന് മുത്തച്ഛൻ്റെ മടിയിലോട്ട് വെച്ചു. മുത്തച്ഛനൊരു പുതിയ അത്താനുള്ള സാധനമാണ്. കുഞ്ഞിനെ കൈകാര്യം ചെയ്യുന്ന മുത്തച്ഛന് ഒരു കഴിവില്ല. ചില മുത്തച്ഛന്മാർ കഴിവുണ്ടേ, സാധാരണ മുത്തച്ഛന്മാർ ചിന്തിക്കുന്നുണ്ട്. മുത്തച്ഛന് ഈ കുഞ്ഞിനെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി കുറേ പൊട്ട കഥ പറഞ്ഞു. എനിക്ക് 10 വയസ്സുള്ളപ്പോൾ ഞാനും എൻ്റെ അമ്മത്തോടെ ആട്ടിലിറങ്ങണ അവർ മുതല വന്നെല്ലാം മുതലെ പിടിച്ച് കിട്ടണ പാലം പിടിച്ച കാലം പിടിച്ച ശുദ്ധപ്പൊട്ട കഥയാണ്. മുതലെ പോയിട്ട് ആമി പോലും വലിപ്പം പിടിച്ചിട്ടില്ല. പക്ഷെ വല്ലിപ്പെട്ടി വീരവതങ്ങൾ കുട്ടിയായിരിക്കും മുതലെ പിടിച്ച മുത്തച്ഛൻ. എൻ്റെ മുത്തച്ഛൻ മുത്തച്ഛനാണല്ലോ. പിന്നെ മുത്തച്ഛൻ ഇന്നറിയാമോ, ഞാനുണ്ടല്ലോ സാമൂതിരിയുടെ കാലത്തുള്ള മഹത്തായ ഒരു കുടുംബത്തിൽ ജനിച്ചാണ്. അറിയാവുന്നവരെന്ന് പറയും. കുട്ടി കുടുംബേറ്ററിലെല്ലാം 90% പച്ച കളറാണ്. പക്ഷെ കുഞ്ഞ് വിചാരിക്കട്ടെ, എൻ്റെ വല്യപ്പനുള്ളത് വലിയൊരു കുടുംബത്തിലെയാണ്, ഞാനും അതുപോലെ വലിയൊരു കുടുംബത്തിലെയാണ്. സ്വത്വബോധം, കുഞ്ഞിന് സ്വത്വബോധമായി. വല്യപ്പൻ്റെ വീരവാദത്തോടാണ് കുഞ്ഞിന് സ്വത്വബോധമായത്. മീൻകറിയെല്ലാം വെച്ച് കഴിഞ്ഞാൽ മുത്തശ്ശി ഒന്ന് കുഞ്ഞിനെ കൈ കളിക്കും. വീണ്ടും കുഞ്ഞിനെ വെച്ചാൽ മുത്തശ്ശി കാര്യങ്ങൾ പറയും, കഥ പറയും. പിന്നെ മുത്തശ്ശി പറയുന്ന കഥ എന്ന് പറയുമ്പോൾ സാരോപദേശ കഥ. തള്ളയാളെ കുഞ്ഞാളോട് പറഞ്ഞ് ഇറങ്ങി പോലുള്ള കുഞ്ഞാളെ വലിയ പ്രശ്നമെന്ന് പറഞ്ഞു. അമ്മ പറയുന്ന കേൾക്കാതെ കുഞ്ഞാടെ ഇറങ്ങി പോയി. ഒരു ചെന്നാ വന്നു പിടിച്ച് തിരിഞ്ഞ് മോനെ എന്ന് പറഞ്ഞൊരു കാര്യത്തിലൂടെ പാസ്സാക്കി. അതോടെ കുഞ്ഞിന് മനസ്സിലാവും അപ്പനും അമ്മയും പറഞ്ഞ അനുസരിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് ആ കുഞ്ഞുണ്ടല്ലോ പിന്നെ അപ്പനും അമ്മയും പറയുന്നത് കൃത്യമായി അനുസരിക്കും. മുത്തശ്ശേരി കഥയുടെ എഫക്റ്റാണ്. 6-ാമത് സംഭവിക്കാം, മുത്തശ്ശി ചാരോപദേശ കഥ പറയും. 5-ാമത്തെ കഥ, കാട്ടിലൊരു സിംഹം ഉണ്ടാക്കുന്ന, വലിയൊരു ആന ഉണ്ടാക്കുന്ന, ഒരു പുലി ഉണ്ടാക്കുന്ന, അതിനിടയ്ക്ക് ഒരു കുറുക്കനുണ്ടാക്കുന്നതാണ്. കുട്ടി കഥ വീട്ടിലേക്ക് മാറ്റും. കാട് ഭരിക്കുന്ന സിംഹം, വീട് ഭരിക്കുന്ന അച്ഛനാണ്. ചില വീട്ടിൽ അമ്മമാർ ഭരിക്കുകയും പക്ഷേ ഭൂരിപക്ഷം വീട്ടിൽ അപ്പനാണ് ഭരിക്കുന്നത്. കാടിനെ സൈസ് തീർക്കുന്ന ആനകൾ, അടുക്കളയിൽ ഉണ്ടാക്കുന്നതെല്ലാം 25% അടിച്ചു കയറ്റി വട്ടക്കുട്ടികൾ നടക്കുന്ന ആനാണ്. അമ്മയുണ്ടല്ലോ, അമ്മയാണ് ഈ ആന, വീട്ടിലെ ആന. ഇളയ മക്കളുടെ തലയ്ക്ക് ഒന്നും ചേട്ടനാണ്. ചേട്ടനാണ് ഈ കൂടി വീട്ടിലേറ്റവും സൈസ് കുറവ് കുട്ടിക്കാണ്. കുട്ടികൾക്ക് ഞാനാണ് കുറുക്കൻ. അപ്പോൾ മുത്തശ്ശിയുടെ കഥയെന്നറിയാമോ, ഈ കുറുക്കൻ ബുദ്ധി ഇറക്കിയിട്ട് സിംഹത്തെ കൊണ്ട് കണ്ടിച്ചാടിച്ച് ആനയെ കൊണ്ട് എന്ന് കുളത്തിലിറക്കി പുലിയുടെ വാല് കുറിച്ചിരിക്കും. കുട്ടിക്ക് മനസ്സിലാവും കുറുക്കനെ പോലെ ബുദ്ധിയുള്ളാവും, അല്ലാതെ ആനയുടെ ശ്രമത്തിന് കൊണ്ട് ശക്തി ഉണ്ടായിട്ട് കാര്യമില്ല. കുട്ടി പഠിത്തം ശ്രദ്ധിക്കും, പഠിച്ചെങ്കിൽ ലക്ഷ്യം കുട്ടിന് മനസ്സിലാവും. ആ കുട്ടി പഠിച്ച വലിയ വലിയ ഡിഗ്രികളെടുത്ത് വലിയ വലിയ നിലകളിൽ എത്തിച്ചേരും. 7-ാമത് സംഭവിക്കുന്നു, പകൽ മുഴുവൻ കുഞ്ഞ് ഓടും. മുത്തശ്ശി കൂടെ ഓടും. ദൈവത്തിൻ്റെ വലിയൊരു മാജിക്കാണ്. 60 വയസ്സാകുമ്പോഴും നമ്മുടെ കാലിൻ്റെ ഹിപ്പ് മസിലെല്ലാം ശക്തി കുറയും. അങ്ങനെ 65 വയസ്സാകുമ്പോൾ ഇരിപ്പാവും, പിന്നെ കിടപ്പാവും. പക്ഷേ കൊച്ചുമക്കളുടെ കൂടെ ഓടുന്ന ഈ മുത്തശ്ശിക്ക് കാലിന് എക്സസൈസായി, ഹിപ്പിന് എക്സസൈസായി. പെട്ടെന്ന് വല്യപ്പന് ഇരിക്കുകയും കിടക്കുകയും ചെയ്യുന്നില്ല. ഈ കുഞ്ഞിൻ്റെ പുറകെയുള്ള ഓട്ടമാണ് ഈ വല്യപ്പൻ്റെ എക്സസൈസ്. കുഞ്ഞിടയ്ക്കൊന്ന് ജല്ലിക്കൂടെ വന്ന് മേപ്പോട്ട് കയറും. മുത്തശ്ശി കുഞ്ഞ് വീഴാതിരിക്കാൻ പഠിക്കാം. മനുഷ്യ ശരീരം 2ാമത് വീക്ക്നെസ് എന്ന് എവിടെയാണ്? കൈയുടെ മസിലും നെക്ക് മസിലാണ്. ഈ മസിലിനാണ് ഈ കുഞ്ഞ് മേളോട് വലിഞ്ഞ് കയറുമ്പോൾ, സ്റ്റെപ്പ് വലിഞ്ഞ് കയറുമ്പോൾ പിടിക്കുന്ന എക്സസൈസ്. മുത്തശ്ശി കൊണ്ടല്ലോ കൈക്കും. പണ്ടത്തെ വല്യമ്മമാർ ഇങ്ങനെ തല കുറിച്ച് മടിയിട്ടാണ്, അതുണ്ടാവില്ല. ഈ കുഞ്ഞിനെ മേപ്പോട്ട് പിടിക്കുന്നത് മുത്തശ്ശി. അങ്ങനെ പലപ്പോഴും ഓടിയ കുഞ്ഞ് അങ്ങ് ഉറങ്ങിപ്പോയി. കുഞ്ഞിൻ്റെ അമ്മ ഓഫീസിൽ നിന്ന് വന്നു 1.5 മണിക്കൂർ നോക്കി കുഞ്ഞ് ഉണർത്തുന്നത് ഉറങ്ങുന്നില്ല. അമ്മ ഓടി മുത്തച്ഛൻ്റെ മാമാൻ്റെ അടുത്ത്, അമ്മച്ചി എനിക്ക് നാളെ 7:30 ഓഫീസിൽ പോകണം. കുഞ്ഞുണരുമ്പോൾ നോക്കിക്കോണേ. മുത്തശ്ശിക്ക് ഈ പറഞ്ഞ സന്തോഷമുള്ളൂ. ഉച്ചമുഖത്ത് ചോറ് വാരി കൊടുക്കാൻ നിങ്ങളുടെ സന്തോഷം. ഏത് മുത്തശ്ശിക്ക് ഈ ഭൂമിയിൽ എന്താണ്? നീ ഉറങ്ങിക്കാൻ പോകാൻ ഞങ്ങൾ നോക്കിക്കൊള്ളാം. കുഞ്ഞുടരാൻ വേണ്ടി വല്യപ്പനെ കുഞ്ഞിൻ്റെ അടുത്ത് നിന്ന് സംസാരിച്ചു. കുറച്ച് കഴിഞ്ഞ് കുഞ്ഞ് ഉണരും. വല്യപ്പന് എന്തായി പറയുന്ന കുറിച്ചെല്ലാം ഒന്ന് കേൾക്കണമല്ലോ. കുഞ്ഞിങ്ങനെ ഉറങ്ങിക്കിടക്കാന്നുള്ള ഭാവത്തിൽ കേട്ടോണ്ടിരിക്കും. മുത്തച്ഛൻ പറയും, നമ്മുടെ ആ മൂത്ത നോമ്പ് പോയി ഒരു വസ്തു വാങ്ങിച്ചു. 5 കൊല്ലങ്ങളുടെ വസ്തുവിൻ്റെ വില ഇരട്ടിക്കണ്ടേ? ഇപ്പോൾ വിട്ടാലും അതിന് അതേ വിലയിൽ കിട്ടും. മണ്ട ശിരോമണി. മുത്തശ്ശി പറയും, എൻ്റെ 2ാമത്തെ മോള് കോളേജിൽ പഠിക്കാൻ പോയി അലവാലയെ പ്രേമിച്ച് കെട്ടി. അവളുടെ കഷ്ടകാലമായിപ്പോയി. പ്രേമിച്ചാൽ ഒരു നല്ല പൊളികമ്മനെ പ്രേമിക്കുന്നത്. കുഞ്ഞിതെല്ലാം ഒന്ന് കേട്ടോണ്ട് കിടക്കാം. പിന്നെ കുഞ്ഞൊരു ശബ്ദം ഉണ്ടാക്കും. മുത്തശ്ശി ഓടിക്കുന്ന കുഞ്ഞിനെ എടുത്ത് മുഖത്തിന് ഉമ്മയെ കൊടുത്ത് ചോറൊക്കെ വാരിപ്പെടുത്തി കൊണ്ടുപോയി കൂടെ കെട്ടിപ്പിട്ടിയാണ് ഉറങ്ങണം.
കുഞ്ഞിന് ചോറുകാരി കൊടുക്കുന്ന ഉമ്മ കൊടുക്കുന്നതിനേക്കാളും മുത്തശ്ശിക്ക് സന്തോഷം വല്ലതുണ്ടോ? സന്തോഷം, അതിനേക്കാൾ സന്തോഷം. ആ കുഞ്ഞ് വളർന്ന് പ്രായമൊക്കെ ആയി കുഞ്ഞിന് വസ്തു വാങ്ങിക്കുന്നു. അപ്പം അവനവർക്ക് പണ്ട് വലിയപ്പം പറഞ്ഞിട്ടുണ്ട്, ഒരു വസ്തു വാങ്ങിച്ചാൽ 5 കൊല്ലം വില ഇരട്ടിക്കണം. അവനുണ്ടല്ലോ വസ്തു വാങ്ങിച്ചാൽ 5 കൊല്ലം വില ഇരട്ടിക്കുന്ന വസ്തു വാങ്ങിക്കുന്നു. ആ മോള് കോളേജിൽ ചെല്ലും, ഒരു പ്രേമലായനം അവൾ ഓർക്കുന്നു, പണ്ട് വല്യം പറഞ്ഞു മലമലാതെ പ്രേമിക്കരുത്. അവളൊരു 5-8 പേരുടെ പ്രേമലായനൊക്കെ വാങ്ങിക്കും. എന്നിട്ട് റിസർച്ച് ഈ പ്രേമലായനം നമ്മുടെ അപ്പനാരാണ്, അമ്മയാരാണ്, അവർക്ക് എത്ര സ്വത്തുണ്ട്, ഇത് പഠിക്കാമെന്നൊക്കെ നോക്കിയിട്ട് കിട്ടിയ പ്രേമലേഖനങ്ങളിൽ ബെസ്റ്റ് പുളിക്കപ്പനെ അവൾ പിടിച്ചിരിക്കും, കെട്ടിയിരിക്കും. വലിയപ്പനും വന്നുകൊണ്ട് പറഞ്ഞ സാരോപദേശ കഥ അവൾ മനസ്സിലാക്കിയിട്ടാണ് ഈ പരിപാടി. പിന്നെ രാത്രി കിടക്കുമ്പോൾ ഈ കൊച്ചുമക്കളിങ്ങനെ മുത്തശ്ശിയെ കെട്ടിപ്പിറ്റിയ പോകാൻ അതിന് ഭയങ്കര എഫക്റ്റാണ്. എന്താണ് എഫക്റ്റെന്ന് അറിയാം? കൊച്ചുകുട്ടികൾ ശരീരത്തിൽ പ്രോട്ടോപ്ലാസം നടന്നിരിക്കുകയാണ്. ഹോർമോണൽ സെൽ സർപ്ലസാണ്. ഇത് പുറത്തു കളയാൻ വേണ്ടി കുഞ്ഞുങ്ങൾക്ക് പനി വരും. പനി വന്നാൽ മൂക്കളയിലൂടെയും കപ്പത്തിലൂടെയും വേറെത്തിലൂടെയും ഈ ഹോർമോണൽ സെൽ പുറത്തു വരും. അപ്പോൾ കുട്ടികൾക്ക് പനി വരുമ്പോൾ എപ്പോഴും ആശുപത്രി കൊണ്ടുപോകുന്ന അപ്പനും അമ്മയ്ക്ക് ഭയങ്കര ചിലവാണ്. മുത്തശ്ശനും മുത്തശ്ശിക്കും ശരീരത്തിൽ പ്രോട്ടോപ്ലാസം കുറവാണ്, ഹോർമോണൽ സെൽ കുറവാണ്, വാർദ്ധക്യ സഹിതമായ രോഗം ഉണ്ടാവും. വല്യപ്പനും എപ്പോഴും ആശുപത്രി കൊണ്ടുപോകുന്ന ചിലവാണ് ഈ വല്യപ്പനും വയസ്സുകാലത്തുള്ള ചിലവ്. കുട്ടികളുടെ ശരീരം ഭയങ്കര ചൂടാണ്. അത് പുറത്ത് കളയാൻ വേണ്ടി പനി വന്ന് വേർത്ത് വന്നത് പോകാൻ വല്യപ്പനും തണുപ്പാണ്, പുറച്ചേ കിടക്കാൻ പറ്റും. പക്ഷേ കൊച്ചുമക്കളെന്നുള്ള ചൂടുള്ള ശരീരത്തിൽ മുത്തശ്ശിയെ കെട്ടിപ്പിട്ടാണ് ഉറങ്ങുമ്പോൾ കുഞ്ഞിൻ്റെ ശരീരത്തിൽ നിന്ന് എക്സസ് ഹോർമോൺസ്, എൻസൈംസ്, ചൂടൊക്കെ മുത്തശ്ശിയുടെ ശരീരത്തിലൂടെ കയറും. കുഞ്ഞിനെ ആശുപത്രി കൊണ്ടുവന്ന് ചിലവൊഴിവാവും, മുത്തശ്ശി ആശുപത്രി കൊണ്ടുവന്ന് ചിലവും അപ്പനും ഒഴിവാവും. കൊച്ചുമക്കളെ മുത്തശ്ശിയെ കെട്ടിപ്പിട്ടാണെന്ന് പറയാം. കുട്ടികൾക്ക് ഓട്ടോ ഇമ്മ്യൂൺ പവറില്ല, രോഗപ്രതിരോധ ശക്തിയില്ല. പലതവണ പനി വന്നിട്ട് വേണം ഈ ഓട്ടോ ഇമ്മ്യൂൺ പവർ ഉണ്ടാവാൻ. മുത്തശ്ശിക്കും എത്രയോ തവണ പനി വന്ന്, ചിലപ്പോൾ ചിക്കൻ ബോക്സും വന്ന് ഭയങ്കര ഓട്ടോ ഇമ്മ്യൂൺ പവറാണ്. കൊച്ചുമക്കളെ ഇങ്ങനെ മുത്തശ്ശിയെ കെട്ടിപ്പിട്ടെന്ന് ഉറങ്ങുമ്പോൾ ഈ മുത്തശ്ശിയുടെ ശരീരത്തിൽ നിന്ന് രോഗപ്രതിരോധ ശക്തി, ഓട്ടോ ഇമ്മ്യൂൺ പവർ കുഞ്ഞിൻ്റെ ശരീരത്തിലോട്ടാണ് കയറുന്നത്. 65 വയസ്സിൽ മരിക്കേണ്ട മുത്തശ്ശി ഉണ്ടല്ലോ, മിക്കവാറും 80-85 വയസ്സിൽ ജീവിച്ചിരിക്കും. കൊച്ചുമക്കളെ കെട്ടിപ്പിടിക്കണം അറിയാം. ഇന്നാളെ ഞാൻ ഒരു സ്കൂളിൽ പോയി പ്രസംഗിച്ചു, നഴ്സറി സ്കൂളായി. 2 ആഴ്ച തൊട്ടടുത്തുള്ള പള്ളിയിൽ ചെന്നു. അപ്പോൾ ഒരു മുത്തശ്ശി പോകുന്നു, പൊന്നു സാറാ സ്കൂളിൽ ചെന്ന് പ്രസംഗിച്ച് കൊച്ചുമക്കളെ കെട്ടിപ്പിടിക്കാൻ അമ്മായിയമ്മ 15 കൊല്ലം കൂടുതൽ ജീവിക്കുന്നു. മരുമകൾ വന്നിട്ട് എടുക്കടായ കുഞ്ഞിനെ, അങ്ങനെ അമ്മായിമ്മ ചോദിക്കണ്ട, കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയി സാറേ, ഒന്ന് തിരിച്ചു തരാൻ പറഞ്ഞ സാറേ. ചിടോ, കൊച്ചുങ്ങൾ നന്നാന്ന് ഞാൻ പറഞ്ഞു കൊടുത്തത് അമ്മയ്ക്ക് മനസ്സിലായെന്നറിയാം. അമ്മായിയും 15 കൊല്ലം ജീവിച്ചിരിക്കുന്നത്. ഇത്രയും വിവരപ്പെട്ട മരുമകളോട് ഇല്ലെന്ന് വിചാരിച്ചാൽ പറഞ്ഞവരാണ് കൊച്ചുമക്കളെടുത്ത് മാറ്റിക്കളയാറ്. കുട്ടികൾ 3 വയസ്സ് 9 വയസ്സ് വരെ മുത്തശ്ശനും വളർത്തണം, അവരെ കെട്ടിപ്പിടികൾ ഉറങ്ങണം, അവരുടെ കൂടെ കളിച്ച് വളരണം. ആ കുട്ടിയുണ്ടല്ലോ ലോകചരിത്രത്തിൽ വലിയ മഹാനവും മഹതിയായ ഒരാളായി തീരുന്ന ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിരിക്കുന്നു. ലോകചരിത്രത്തിലെ മഹാന്മാരിൽ ഭൂരിപക്ഷവും 3 വയസ്സ് 9 വയസ്സ് വരെ മുത്തശ്ശിമാർ വളർത്തിയ കുട്ടികളാണ്. ഇനി 3 വയസ്സ് തൊട്ട് 9 വയസ്സ് വരെ തലച്ചോറ് വേറെ പരിപാടി നടക്കുന്നത്. തലച്ചോറ് 3 ഭാഗമാണ്: സെറിബ്രം, സെറിബെല്ലം, മെഡുല്ല ഓബ്ലാങ്കേറ്റ. ഒരു കുട്ടി ജനിച്ച് വീഴുമ്പോൾ കൊച്ചുകുട്ടിയുടെ തലച്ചോറിനകത്ത് ഈ സെറിബെല്ലം 100 ഗ്രാമേ ഉള്ളൂ. 3 വയസ്സ് 9 വയസ്സുള്ള കാലഘട്ടത്തിലാണ് ഈ രണ്ടാമത്തെ 100 ഗ്രാം സെറിബെല്ലത്തിന് വളർത്താൻ പാരാസെറിബെല്ലം. ഈ പാരാസെറിബെല്ലത്തിലാണ് രാജയോഗം ഇരിക്കുന്നത്. ഈ പാരാസെറിബെല്ലത്തിലാണ് ഈശ്വര വിശ്വാസം, ഭക്തി ഇരിക്കുന്നത്. 3 വയസ്സ് 9 വയസ്സ് വരെ മുത്തശ്ശിമാർ വളർത്തുന്ന കുട്ടികൾ. മുത്തശ്ശി രാവിലെ പ്രാർത്ഥിക്കുന്നു, ഗുരുവായൂരപ്പനെ തൊഴുന്നു, മുത്തശ്ശി ആ ക്ഷേത്രത്തിൽ പോകും, ഇതിനെ കൂടെ കൊണ്ടുപോകും, സന്ധ്യാനമസ്കാരം ചെയ്യും. ഇങ്ങനെ കാര്യം മുത്തശ്ശി മരണത്തോടുണ്ടിട്ട് അതുകൊണ്ട് ദൈവത്തോട് വലിയ അടുപ്പാണ് ആ സമയത്ത്. അങ്ങനെ മുത്തശ്ശിമാർ വളർത്തുന്ന കുട്ടിക്ക് ഈ 3 വയസ്സ് 8 വയസ്സ് പാരാസെറിബെല്ലം വളരുമ്പോൾ ഈശ്വര വിശ്വാസം ഉറച്ചാൽ പിന്നെ മരണം വരെ ഒരു നിരീശ്വര വിശ്വാസം വിചാരിച്ചാൽ, ഒരു അഗ്നോസ്റ്റിക് വിചാരിച്ചാലും ആ കുട്ടി അട്ടിലോടാൻ പറ്റിയില്ല. ആ കുട്ടി ഉറച്ച ഈശ്വര വിശ്വാസമുള്ള കുട്ടിയായിരിക്കും. 3 വയസ്സ് 9 വയസ്സ് വരെ മുത്തശ്ശിമാർ വളർത്തുന്ന കുട്ടികൾ ഒരിക്കലും ഈശ്വരനെ വിട്ട് പോകുകയില്ല. പാരാസെറിബെല്ലത്തിൽ കൃത്യമായി പറയുന്ന പാഠം. അതുകൊണ്ട് 3 വയസ്സ് 9 വയസ്സ് വരെ മുത്തശ്ശനും കുഞ്ഞുങ്ങളെ വളർത്താൻ പറ്റണം. നിങ്ങളുടെ കുട്ടികൾ ലോകമറിയുന്ന മഹാന്മാരും പ്രതികളാവും. ആ കുട്ടികൾ ലോകപ്രസിദ്ധരാവുന്നത് മുത്തശ്ശി ചിലപ്പോൾ ജീവനോടെ കാണാൻ പറ്റിയില്ല.
പ്രായമുണ്ട്. പക്ഷേ നമ്മുടെ വിശ്വാസം അനുസരിച്ച് മോക്ഷം കിട്ടി സ്വർഗത്തിലിരുന്ന് നമ്മുടെ കൊച്ചുമക്കൾ ലോകത്തിൽ പ്രസിദ്ധരാകുന്നത് കാണാൻ പറ്റുമെന്ന് നമ്മുടെ മതവിശ്വാസപ്രകാരം നമ്മൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് 3 വയസ്സ് 9 വയസ്സ് വരെ മക്കളെ വളർത്താൻ മുത്തശ്ശിക്ക് അവകാശം കൊടുക്കണം. നിങ്ങളുടെ കുട്ടികൾ വലിയ മഹാന്മാരായിത്തീരും. ഈ 12 വയസ്സ് കഴിയുമ്പോഴേക്കും വളരെ പ്രത്യേകം ശ്രദ്ധിക്കാവുന്ന കാര്യങ്ങളുണ്ട്. അതിലേറ്റവും ആദ്യത്തേത്, ലോകത്തിൽ ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ ആ മനുഷ്യന് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുന്ന ഒരു 6-7 മേഖലകളിൽ കുട്ടിക്ക് ഈശ്വരൻ കഴിവ് കൊടുത്തിട്ടുണ്ടാവും. ഞങ്ങളുടെ ചെറുപ്പത്തിൽ അത് കണ്ടെത്താൻ ഒരു മാർഗം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരു 10 വർഷത്തിന് മുമ്പ് ശാസ്ത്രം ഒരു പരീക്ഷ കണ്ടുപിടിച്ചു, കരിയർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. കുട്ടി ഒരു കമ്പ്യൂട്ടർ മുമ്പിൽ നിന്ന് ഒരു 150 ചോദ്യങ്ങൾ ഉത്തരം കൊടുത്തു കഴിയുമ്പോൾ കമ്പ്യൂട്ടർ എഴുതി കാണിക്കും. ഈ കുട്ടിക്ക് ജീവിതത്തിൽ വിജയിക്കാൻ താഴെ പറയുന്ന മേഖലകളുണ്ട്. അതിലൊരു മേഖല കുട്ടി തിരഞ്ഞെടുത്താൽ ആ കുട്ടി ലോകപ്രസിദ്ധനായി തീരും. ഷേക്സ്പിയർ പറയുന്ന പോലെ, in everyone's life there is a time. Taken with this time, you will lead to great fortune. അപ്പോൾ കുട്ടിക്ക് ഈശ്വരൻ കൊടുത്തിരിക്കുന്ന കഴിവ് എവിടെയാണെന്ന് കണ്ടെത്തി അങ്ങോട്ട് തിരിച്ചു വിടണം. കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ കഴിഞ്ഞ 2 വർഷം കൊണ്ട് 8 കുട്ടികൾ ആത്മഹത്യ ചെയ്തു. അപ്പൻ്റെ അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി കുട്ടിയെ MBBS അഡ്മിഷൻ മാറ്റിവിടാണ്. ആ കുട്ടിക്ക് ഡോക്ടറാണെന്ന് MBBS പഠിക്കണ്ട, കുട്ടിയുടെ കഴിവ് വേറെ കണ്ട കുട്ടി ആ മെഡിക്കൽ കോളേജ് ആത്മഹത്യ ചെയ്യുക. കുട്ടിക്ക് ആപ്റ്റിറ്റ്യൂഡ് ഉള്ളത്തോട് തിരിച്ചു വിടണം. എറണാകുളത്ത് തിരുവനന്തപുരത്തൊക്കെ ഏജൻസി 1000-2000 രൂപ ചാർജ് ചെയ്യും. പക്ഷേ ഒരാൾ പോകാതെ ശ്രീ രവിശങ്കർ സ്കൂളിലോട്ട് 100 കുട്ടികൾ ഈ ടെസ്റ്റ് മത്സരിക്കാനുണ്ടെന്ന് പറഞ്ഞാൽ അവർ 500 രൂപ ചാർജ് ചെയ്തു. ഒരു പെർ ഹെഡ് 500 രൂപ ചാർജ് ചെയ്തു. അപ്പോൾ നിങ്ങളുടെ കുട്ടി 7ാം ക്ലാസ് ആവുമ്പോഴേക്കും കമ്പൽസറിയായി ഒരു കരിയർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തി കുട്ടിക്ക് ഈശ്വരൻ വിജയിക്കാൻ കഴിവ് കൊടുത്ത മേഖല കണ്ടെത്തണം. കരിയർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തുന്ന പ്രധാനപ്പെട്ട എല്ലാ ഏജൻസിയുടെയും നമ്പറും ഫോണും എങ്ങനെ നടത്തുന്നു, എന്താണ് ഈ കരിയർ ആപ്റ്റിറ്റ്യൂഡ് ഞാൻ പ്രിൻസിപ്പൽ അയച്ചു കൊടുത്തേക്കാം. നിങ്ങൾ അത് വെച്ചിട്ട് കുട്ടിയുടെ 7ാം ക്ലാസ് കഴിയുമ്പോൾ ആപ്റ്റിറ്റ്യൂഡ് ചെയ്യും. അടുത്ത എന്താണ്, പഠിത്തം കുട്ടിയുടെ മാത്രം ജോലിയാണ് അപ്പനും വെച്ചിരിക്കുന്നത്. അങ്ങനെയല്ല, കുട്ടി പഠിക്കണമെങ്കിൽ പേരൻ്റ് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പേരൻ്റ് ശ്രദ്ധിക്കണം. അതിലേറ്റവും ആദ്യത്തത് ആഹാരമാണ്. ചില ആഹാരം കഴിച്ചാൽ കുട്ടിക്ക് ബുദ്ധി ഉണ്ടാവും, ചില ആഹാരം കഴിച്ചാൽ ബുദ്ധി ഉണ്ടാവില്ല. കുട്ടികൾക്ക് പഠിക്കുന്ന കുട്ടിക്ക് ഒരു കാരണവശാലും പഠിക്കുന്ന സമയത്ത് ഇഞ്ചി എന്നൊരു സാധനം കൊടുത്തേക്കണം. ഇഞ്ചി എന്ന സാധനം കൊടുത്തേക്കണം. കുട്ടിയുടെ തലച്ചോറിന് പ്രകോപനം ഉണ്ടാവും, ആങ്കർ ഡെവലപ്പ് ചെയ്യും. മലയാളത്തിൽ ഇഞ്ചി നിന്ന് കുരങ്ങ് കേട്ടിട്ടുണ്ടോ? കുരങ്ങ് ഇഞ്ചി തിരിഞ്ഞ് പോയെങ്കിൽ കുരങ്ങ് വാടികൾ ചുറ്റുമുള്ള അടിച്ച് താഴ്ന്നു. കുരങ്ങിൻ്റെ കുഴപ്പമില്ല, കുരങ്ങ് നിന്ന് ഇഞ്ചിയുടെ കുഴപ്പമാണ്. മലയാളത്തിൽ പറയുമ്പോൾ വലിയ ഇഞ്ചിയാണ് എന്താണ്, ഭയങ്കര ദേഷ്യക്കാരനാണ്. ഇഞ്ചി കഴിച്ചാൽ തലച്ചോറിന് പ്രകോപനം ഉണ്ടാവുകയും ആ ദേഷ്യത്തിനിടയ്ക്ക് കുട്ടിക്ക് പഠിക്കാൻ പറ്റിയല്ല. An angry man shuts his eyes and opens his mouth. ഇംഗ്ലീഷിലെ പഴമൊഴിയാണ്. അതുകൊണ്ട് പഠിക്കുന്ന കുട്ടിക്ക് മൺഡേ ടു ഫ്രൈഡേ ഒരു കാരണവശാലും ഇഞ്ചിക്കറി, ഇഞ്ചിത്തോരൻ, ഇഞ്ചി മിഠായി കൊടുത്തില്ല. പക്ഷേ ഇഞ്ചി കഴിച്ചാൽ നമ്മുടെ വയറ്റിനകത്ത് കിടന്ന വിരയ്ക്ക് ഒരു രക്ഷയല്ല, വിര ജീവനോട് രക്ഷപ്പെടും. ശനിയാഴ്ച ഞായറാഴ്ച കുട്ടിക്ക് ഇഞ്ചിക്കറി കൊടുക്കാം. വയറ്റിൽ വല്ല വിരയുണ്ടെങ്കിൽ അതെല്ലാം ജീവനോട് രക്ഷപ്പെടും. രണ്ടാമതായി, കുട്ടികൾക്ക് ഒരിക്കലും പഠിക്കുന്ന ദിവസം മുളക് അരച്ചുള്ള കറികൾ കൊടുക്കുന്നത്. മുളക് അരച്ചുള്ള കറി, പാണ്ടിമുളക്, പിരിമുളക്, കുരുമുളക്, കാന്താരിമുളക്. ഈ നാക്കിന് എരിയുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അതിനകത്ത് ഫീനോപ്രോപ്പീൻ എന്നൊരു കോമ്പൗണ്ട് ഉണ്ട്. ഫീനോപ്രോപ്പീൻ. ഈ ഫീനോപ്രോപ്പീൻ തലച്ചോറ് തിന്നു കഴിഞ്ഞാൽ തലച്ചോറ് ശരിക്കും വർക്ക് ചെയ്യാം. അതുകൊണ്ട് പരീക്ഷയുള്ള ദിവസവും പഠിക്കുന്ന ദിവസവും ഒരു കാരണവശാലും മുളക് അരച്ചുള്ള മീൻകറി, ഇറച്ചിക്കറി, നമ്മുടെ അമ്മമാരുണ്ടാക്കുന്ന ചുമന്ന മീൻകറി ഉണ്ട്. ചുമന്നതിനകത്ത് മീൻകറി വെച്ചിരിക്കുക. അതുണ്ടെങ്കിൽ ആ മീനിന് സെപ്പറേറ്റ് ചെയ്ത് വെള്ളത്തിൽ വെച്ച് മുക്കി കലക്കിയിട്ട് കുഞ്ഞിന് കൊടുക്കാം. മുളക് അരച്ചുള്ള കറിയാണ്. തലച്ചോറ് വർക്ക് ചെയ്ത് അങ്ങനെയുള്ള കറി കൊടുക്കണമെങ്കിൽ ഫിഷ് മോളി പോലെ കൊടുത്തേക്കണം. മുളക് അരക്കാത്ത കറി പ്രശ്നം കിട്ടിയിട്ടുണ്ടാവും. പഠിക്കുന്ന ദിവസവും പരീക്ഷയുടെ ദിവസവും പ്രത്യേകിച്ച് ചില സംഗതികൾ കഴിച്ചാൽ കുട്ടിയുടെ തലച്ചോറ് നല്ല ഭംഗിയായിട്ട് വർക്ക് ചെയ്യും. അതിലേറ്റവും ബെസ്റ്റ് സാധനമാണ് ചെറുതേൻ. വണ്ടനുള്ള ചെറുതേൻ.
പഠിക്കാനിരിക്കുന്ന കുട്ടിക്ക് ഒരു അര സ്പൂൺ ചെറുതിന് കൊടുത്തിട്ട് പഠിക്കാനിരിക്കുകയായി കുട്ടിയുടെ തലച്ചോറ് ഭയങ്കര ബുദ്ധിയായിട്ട് വർക്ക് ചെയ്യും. ഭയങ്കര നിങ്ങൾ ദേവി ഭാഗവതം വായിച്ചിട്ടുണ്ടോ? ദേവിക്ക് 10 അവതാരമാണ്. 10 അവതാരം. അപ്പം കൃതയുഗത്തിൽ 4, ത്രേതായുഗത്തിൽ 3, ദ്വാപരയുഗത്തിൽ 2, കലിയുഗത്തിൽ 1. അപ്പൊ ദേവി ഭൂമിയിൽ അവതരിക്കാൻ തുടങ്ങിയപ്പോൾ ഭഗവാൻ ഭഗവതിന് പറഞ്ഞു, ഭഗവതിയെ, ഞാൻ ഈ ഭൂമിയിലുണ്ടല്ലോ മത്സ്യമായിട്ടും ആമയായിട്ടും പന്നിയൊക്കെ ആയിട്ട് പോയിട്ട് നീ എങ്ങനെ പോകും? നീ ഒരു സ്ത്രീയാണ്, നീ ഒരിക്കലും മൃഗമായിട്ട് പോകുന്ന മക്കളെ, നീ പോവുകയാണെങ്കിൽ മനുഷ്യ സ്ത്രീയായിട്ട് മാത്രമേ പോകാം. ഭഗവതി എങ്ങനെ? അങ്ങനെ ഭഗവതി ഭൂമിയിൽ വന്ന് 10 അവതാരം മനുഷ്യ സ്ത്രീയായിട്ടാണ്. പക്ഷേ ആദ്യത്തെ അവതാരം ഭഗവതി വന്നിരുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ജ്ഞാനേശ്വരി, ത്രിപുരരാജാവിൻ്റെ ഭാര്യയായിട്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് ശങ്കരാചാര്യർ ഭഗവതിയെ സ്തുതിച്ചുകൊണ്ട് പാടുമ്പോൾ ത്രിപുര സുന്ദരി ദർശന ലഹരി എന്ന് പറഞ്ഞു. കാര്യം അമ്മമ്മ അറിവുള്ള കുട്ടികളെ സൃഷ്ടിക്കണമെങ്കിൽ അമ്മ ജ്ഞാനശ്രീയായിരിക്കും. അതുകൊണ്ടാണ് ജ്ഞാനേശ്വരി എന്ന് ഭൂമി അവതരിച്ചത്. പക്ഷെ 9 അവതാരം കഴിഞ്ഞു ലാസ്റ്റ് അവതാരം ഭഗവാൻ ചോദിച്ചു, ഭഗവതിയെ, കലിയുഗത്തിലെ ലാസ്റ്റ് അവതാരം നീ എന്തുമായിട്ടാണ് തോന്നുന്നത്? ഭഗവതി പറഞ്ഞു, ഞാൻ തേനിൻ്റെ ദേവതയെ പോലെ, ഹണിയുടെ ദേവതയെ പോലെ. മനുഷ്യരുടെ തലച്ചോറ് ബുദ്ധി ഉണ്ടാവാൻ, അവൻ്റെ നാട്ടിന് മധുരം കൊടുക്കാൻ തേൻ ആവശ്യമാണ്. അതുകൊണ്ട് ഞാൻ തേനിൻ്റെ ദേവത ഭ്രമരിയേക്ക് വരണം. ഭ്രമരൊന്നും തേനിച്ച് ഭ്രമരിയേക്ക് വരണം. ഭാഗവതത്തിൽ വേദവ്യാസം പറയുന്നു, തലച്ചോറിന് ബുദ്ധി ഉണ്ടാണെങ്കിൽ തേൻ നല്ലതാണ്. ഇപ്പോൾ ശാസ്ത്രം തെളിയിച്ചിരിക്കുന്നു, ആധുനിക ശാസ്ത്രം തെളിയിച്ച് ഡോക്ടർമാർ തെളിയിച്ചിരിക്കുകയാണ്. കുട്ടി പഠിക്കാനിരിക്കുമ്പോൾ അതായത് തേൻ കുട്ടീനെ പഠിച്ചാണല്ലോ തലച്ചോറ് ഭയങ്കര അബ്സോർപ്ഷൻ പോകാൻ. കുട്ടി പരീക്ഷ എഴുതാൻ പോകുമ്പോൾ പരീക്ഷകളിൽ കയറുന്ന തൊട്ട് ഒരു സ്പൂൺ തേൻ ചെറുതേ കുട്ടിക്ക് അപാര ബുദ്ധിശക്തി ഉണ്ടാവും. കുട്ടിയെ പരീക്ഷ പറഞ്ഞിട്ട് എഴുതും. അപ്പോൾ എല്ലാ വീടുകളിലും അമ്മമാർ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള സാധനമാണ് ചെറുതേനിൻ്റെ ഒരു കുപ്പി. വഴിയമ്മനെന്ന് വെച്ചാൽ ഉള്ള മായയുടെ ചെറുതേ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കടയിൽ പോയിട്ട് ചെറുതേൻ വാങ്ങിക്കും. ഒറിജിനൽ ചെറുതേൻ വാങ്ങിക്കും. പഠിക്കുന്ന കുട്ടികളെ വീട്ടിൽ അമ്മ ചെയ്യേണ്ട കാര്യം. ചില ആഹാരം കഴിച്ചാൽ തലച്ചോറ് മന്തി പോച്ചു. തലച്ചോറിന് ഏറ്റവും വലിയ ശത്രുവാണ് കപ്പ, മരിച്ചീരി എന്നൊരു സാധനം. അത് തിന്നു കഴിഞ്ഞാൽ കുറേ കഴിഞ്ഞ് അതിയാ ഉറങ്ങിപ്പോ. അതിനകത്തൊരു ഐസോസൈൻ സാധനം, ICN, അതാണ് കുഴപ്പമുണ്ടാകുന്നത്. ഉരുളക്കിഴങ്ങ് പിന്നെ വലിയ കുട്ടികൾക്ക് ഉരുളക്കിഴങ്ങ് കൊടുത്താണല്ലോ കുറേ ഗ്യാസ് ഫോം ചെയ്യും. പിന്നെ ഇടയ്ക്ക് ഗ്യാസ് റിലീസ് ചെയ്യും. പിന്നെ ആകെ അസ്വസ്ഥതയായി ബാത്റൂമിൽ പോയി തിരിച്ചു വന്നു. ഭയങ്കര പ്രശ്നം. ഈ 2 കിഴങ്ങ് ബ്രഹ്മാവ് ഇന്ത്യക്ക് കൊടുത്തില്ല. ഈ 2 കിഴങ്ങ് അമേരിക്കയിലെ അസ്ത്രക്കൾക്ക് മായാറുണ്ട്. അവന്മാർ ഈ മരിച്ചിരി കിഴങ്ങ് ഉരുളക്കിഴങ്ങിൻ്റെ അവിടെ തലച്ചോറും പോയി ഈ സായി പവനെല്ലാം തല്ലിക്കൊന്ന രാജ്യമെല്ലാം വിളിച്ചത്. പോർച്ചുഗീസുകാർ ഇതെല്ലാം പൊക്കിയെടുത്തുകൊണ്ട് കേരളത്തിലുണ്ട്. അങ്ങനെ നമുക്ക് തന്നാണ് ഈ മരിച്ചിരി ഉരുളക്കിഴങ്ങ്. ദേവി കുട്ടികൾക്ക് പഠിക്കുന്ന ദിവസം മൺഡേ ടു ഫ്രൈഡേ, പരീക്ഷയുള്ള ദിവസവും മരിച്ചിരി കൊടുക്കരുത്, ഉരുളക്കിഴങ്ങ് കൊടുക്കരുത്. കുട്ടികൾക്ക് തലച്ചോറ് ശരിക്കും വർക്ക് ചെയ്യും. എന്നാൽ സായി കൂടെ കൊണ്ടുവന്ന ഒരു സാധനം അമേരിക്കയിൽ തന്നെ ഇറക്കുന്നത് ചെയ്താണ് ഈ കപ്പയുടെ മരിച്ചിട്ടുടെ കൂടെ. അത് പഠിക്കുന്ന കുട്ടികളിൽ ബെസ്റ്റ് സാധനമാണ് ചോക്ലേറ്റ്. ഒരു ചോക്ലേറ്റ് വായിലിട്ട് കഴിഞ്ഞാൽ കണ്ടുകൊണ്ട് തിന്നല്ല, തുപ്പലിനകത്ത് ടൈലൻഡ് എൻസൈമുണ്ട്. ടൈലൻഡ് ഇത് ചോക്ലേറ്റിൽ ആക്ട് ചെയ്ത് കഴിയുമ്പോൾ ഫീനൈൽ ഈഥൈൽ അമീൻ എന്നൊരു സാധനം റിലീസാവും. C6H5, C2H5, NH2. ഇത് തലച്ചോറിന് ബുദ്ധിശക്തി ഉണ്ടാക്കുന്ന ഒരു ഉഗ്രൻ സാധനമാണ്. ഇതങ്ങോട്ട് തലച്ചോറ് തന്നു കഴിയുമ്പോൾ ആദ്യം ഡോപ്പാമിൻ, ലവ് ഹോർമോൺ ഡോക്ടർമാർ വിളിക്കുന്ന ഡോപ്പാമിൻ റിലീസാവും. എന്താണോ മുമ്പിൽ വരുന്നത് അതിനോട് ഭയങ്കര സ്നേഹമായിരിക്കും. പഠിക്കുകയാണെങ്കിൽ ഭയങ്കര സ്നേഹം. പക്ഷേ ചോക്ലേറ്റ് വായിലിട്ടിട്ട് ഒരു പുരുഷൻ പെൺകുട്ടിയെ നോക്കിയാലുണ്ടല്ലോ പ്രേമം ഉറപ്പാണ്. ഒരു പെൺകൊച്ച് വായിൽ ചോക്ലേറ്റ് ഇട്ടിട്ട് ആൺകുട്ടിയെ നോക്കിയാലുണ്ടല്ലോ ആ ഏത് കൊമനാണേലും പ്രേമിച്ചു. അതാണ് എൻ്റെ കുഴപ്പം. ഈ ഡോപ്പാമിൻ മേലിൽ കയറുന്ന പ്രശ്നമാണ് ഡോപ്പാമിൻ. അതുപോലെ ഇൻ്റലക്ച്വൽ ഹോർമോൺസ് എന്ന് പറയപ്പെടുന്ന സെറോട്ടോണിൻ, ഓക്സിറ്റോസിൻ, ഇത് 3 ഈ ചോക്ലേറ്റ് അടിച്ച് പുറത്തേക്കില്ല. അസ്ത്രക്കൾക്ക് ഒരു നിയമം ഉണ്ടായിരുന്നു, ചോക്ലേറ്റ് പുരോഹിതന്മാരെ മാത്രമേ കഴിക്കാവൂ, സാധാരണക്കാരന് കുട്ടി കൂടാൻ പാടില്ല. അതുകൊണ്ട് ഇന്ത്യയിലെ ബ്രാഹ്മണരെ പോലെ അവർക്ക് പുരോഹിതന്മാർ മാത്രം തിന്നുന്നു. പോർച്ചുഗീസുകാർ പിടിച്ചെടുത്തുകൊണ്ട് ഇവിടെ വന്ന് അതങ്ങോട്ട് മാർക്കിൽ ഇറക്കാൻ തുടങ്ങി. പഠിക്കുന്ന കുട്ടികളുടെ വീട്ടിൽ അമ്മമാരെപ്പോഴും ഒരു പാക്കറ്റ്
ഒരു പാട്ട ചോക്ലേറ്റ് വെച്ച് വെച്ചേക്കണം. കുട്ടി പോയിട്ട് പഠിക്കാനിരിക്കുമ്പോൾ ചോക്ലേറ്റ് തരും, മോളെ ഇത് കഴിച്ചാൽ പഠിച്ചോളാം. അറിയാതെ ആ കുട്ടിക്ക് പഠിക്കുന്നത് ഭംഗിയായിട്ട് മനസ്സിലാവും. മുളകറി ചില മീൻകറി കൊടുത്ത് കുട്ടിയെ പഠിക്കാനിരിക്കാൻ കുട്ടി ഐൻസ്റ്റൈൻ എവിടെയുള്ള ആ പട്ട ഐൻസ്റ്റൈൻ ഇവൻ എവിടെ കിടന്നതാണ് കുട്ടിക്ക് ദേഷ്യം വരും. മീൻകറി കൂട്ടിക്കൊണ്ട് കുട്ടിക്ക് പഠിച്ചാൽ ഇവിടെ ചോക്ലേറ്റ് വായനത്തിൽ തിന്നുകൊണ്ട് ഐൻസ്റ്റൈനെ പഠിച്ചു. ഇവൻ കൊള്ളാമല്ലോ, നല്ല ഐൻസ്റ്റൈനാണല്ലോ, ഈ സിനിമ ബെൻസിസ്കോട് നല്ല ഇക്വേഷൻ. കുട്ടി അറിയാതെ ഐൻസ്റ്റൈനെ പ്രയോഗിച്ചു പോകാം. കാര്യം എന്താണ്, തലച്ചോറ് പോയ ചോക്ലേറ്റാണ് എൻ്റെ എഫക്ട്. കുട്ടി പരീക്ഷയ്ക്ക് പോകുമ്പോൾ 6 ചോക്ലേറ്റ് കൊടുത്തു. 9:30 പരീക്ഷ തുടങ്ങുന്നെങ്കിൽ 9 മണിക്ക് ആദ്യത്തെ ചോക്ലേറ്റ് വാങ്ങി തരണം, 9:30 രണ്ടാമത്തെ ചോക്ലേറ്റ് വാങ്ങി തരണം, 10 മണിക്ക് മൂന്നാമത്തെ ചോക്ലേറ്റ് വാങ്ങി തരണം. അങ്ങനെ 1/2 മണിക്കൂർ ഇടവിട്ട് ഓരോ ചോക്ലേറ്റ് വാങ്ങിയിട്ടുണ്ട് തുപ്പലല്ലിട്ടുകൊണ്ടെന്ന് പരീക്ഷ എഴുതിയാൽ A+ ഉറപ്പാണ്. പലരും പലപ്പോഴും പഠിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴും ആടിച്ച് മറന്ന് കുട്ടി A+ നേടിയിരിക്കും. ആ ചോക്ലേറ്റിൻ്റെ കാര്യമല്ലേ ഉള്ളൂ. ഭയങ്കര എഫക്റ്റാണ്. ഇന്റലക്ച്വലൊക്കെ ചെയ്യാൻ തുടങ്ങി തൊട്ടുകൊണ്ട് ഒരു ഗ്ലാസ് തണുത്ത വെള്ളം കുടിച്ചാൽ, ബിലോ 4 ഡിഗ്രി സെന്റിഗ്രേഡ് വെള്ളം കുടിച്ചാൽ തളിച്ചുകൊണ്ടത് ഭയങ്കര പ്രസിദ്ധമാണ്. 4 ഡിഗ്രി സെന്റിഗ്രേഡ് കൂടിക്കഴിഞ്ഞാൽ വെള്ളത്തിനകത്ത് ഹൈഡ്രോണിയം അയോൺ S3 അയോൺ ഉണ്ടാവും. അത് തളിച്ചോണ്ട് വലിയ ദേഷ്യമാണ്. അതിനൊരു കവപ്പ് രുചിയാണ്. പക്ഷെ 4 ഡിഗ്രി സെന്റിഗ്രേഡ് താഴെ വന്നു കഴിഞ്ഞാൽ പ്യൂർ H2 ആണ്. പ്യൂർ H2 ഉണ്ടല്ലോ, മധുരപാനീയമാണ്. ഫ്രിഡ്ജിൽ നമ്മൾ വെള്ളം എടുത്തിട്ട് ഒരു മധുരം വരും. ടാപ്പിൽ നിന്ന് വെള്ളം കൊടുത്ത മധുരയില്ല, കവപ്പ. കാര്യം ഹൈഡ്രോണിയം അയോണാണ്. പഠിക്കാനൊരു കുട്ടി ഇരിക്കുമ്പോൾ ഒരു ക്ലാസ് തണുത്ത വെള്ളം കൊടുക്കണം. അവൻ ഇത് കുടിച്ചോണ്ട് പഠിക്കാൻ പോകും. അത് കുടിച്ചോണ്ട് കുട്ടി പഠിക്കാവുന്നതാണ്. തലച്ചോറ് നല്ല ഭംഗിയല്ല വെക്കാവും. പരീക്ഷ എഴുതാൻ കുട്ടി പോകുമ്പോൾ ഒരു ചെറിയ ഫ്ലാസ്കിനാണ് തണുത്ത വെള്ളം കൊടുത്തേക്കും. പരീക്ഷ പോലെ കയറുന്നതിന് തൊട്ട് മുമ്പ് വെള്ളം കുടിച്ചോണ്ടെന്ന് പരീക്ഷ. കേരളത്തിൽ 100% A+ കിട്ടുന്നൊരു സ്കൂളുണ്ട്, തിരുവനന്തപുരത്ത് ഹോളി ഏഞ്ചൽസ്. ഹോളി ഏഞ്ചൽസിലെ PT ചെയ്തിരിക്കുന്ന പരിപാടി എന്ന് പറയാം. പരീക്ഷാ കോളേജിന് മുമ്പിൽ ഒരു 6 വാട്ടർ കൂളർ വെച്ചിരിക്കുകയാണ്. കുട്ടികൾ പരീക്ഷ കയറുന്നതിന് മുമ്പ് വാട്ടർ കൂളറിൽ വെള്ളം കുടിച്ചുകൊണ്ട് കയറും. പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ വെള്ളം കുടിക്കണമെങ്കിലും അനുവദിച്ചിട്ടുണ്ട് ഹോളി ഏഞ്ചൽസ് സ്കൂൾ. അവരിറങ്ങി വന്ന് തണുത്ത വെള്ളം കുടിച്ചുകൊണ്ട് പോകും. ആ തണുത്ത വെള്ളം കുടിച്ചുകൊണ്ടിരുന്ന പരീക്ഷ എഴുതിയാൽ A+ കിട്ടുക ഹോളി ഏഞ്ചൽസിന്. ഇത് നിങ്ങൾക്ക് ഇവിടെ പഠിക്കാം. ശ്രീ എഴുതിട്ടെല്ലാം പഠിപ്പിക്കും. 3 വാട്ടർ കൂളറിൻ്റെ കാര്യമുണ്ട്. ആ പരീക്ഷ എഴുതുന്ന കുട്ടികൾക്കുണ്ടല്ലോ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. തണുത്ത വെള്ളം കുടിച്ചുകൊണ്ട് പരീക്ഷ എഴുതുക. ചില കുട്ടികൾ പഠിക്കും, മറന്നു പരീക്ഷ അയ്യോ എൻ്റെ അമ്മയെ ഞാൻ പഠിച്ച അമ്മയെ അവിടെ വെച്ചാൽ ഓർമ്മ വന്നില്ല എന്ന് പറയും. അപ്പോൾ ഈ ഓർമ്മശക്തി ഇമ്പ്രൂവ് ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് വേണം. ബ്രഹ്മി എന്നൊരു ചെടിയുണ്ട്. ഹിമാലയ സാന്നിധ്യത്തിൽ സന്യാസിമാർ താമസിക്കുന്ന ഈ ബ്രഹ്മി വായിലിട്ട് വേരിനെ ചവയ്ക്കും. ഞാൻ ഹിമാലയത്തിൽ പോയി, അവിടെ സന്യാസിമാർ എനിക്ക് ഇല, ഞാൻ ആ ഇലകൾ വായിലും ഭയങ്കര പവർ. എനിക്കന്ന് മനസ്സിലായി സംഗതി ഇരിക്കുന്ന സാധനമാണ്. ധ്യാനിക്കാൻ ഇരിക്കുമ്പോൾ, മെഡിറ്റേഷൻ ഇരിക്കുമ്പോൾ അവർ ഈ ഇല ഉപയോഗിക്കും. ഇപ്പോൾ അതൊരു ടാബ്ലറ്റ് ആക്കി മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ട്. ആയുർവേദ കടയിൽ ചെന്നിട്ട് ബ്രഹ്മി ടാബ്ലറ്റ് 6 രൂപ വിലയാണ്. അത് ഒരെണ്ണം വായിലിട്ട് ഇറക്കാനുണ്ടല്ലോ, ഒരു 5-8 മണിക്കൂർ സമയത്തേക്ക് തലച്ചോറിന് അപാര ഓർമ്മശക്തിയാണ്. അപാര ഓർമ്മശക്തി. സരസ്വതി വിദ്യയുടെ ദേവതയാണ്. നമ്മുടെ ഹോളിൻ്റെ പേരാണ് സരസ്വതി ഹോൾ. ഈ വിദ്യയുടെ ദേവതയുടെ പേര് ഒരു അരിഷ്ടമാണ്, സാരസ്വതാരിഷ്ടം. 1 ounce സ്വാദശാസ്ത്രം കുടിച്ചാൽ മതി. തലച്ചോറിൻ്റെ പടക്കുതിര പോലെയാണ്. ഭയങ്കര പരിപാടിയാണ്. ഞാൻ IAS പരീക്ഷ ഉൾപ്പെടെ 175 പരീക്ഷ പാസ്സായിരുന്നു. ഏത് പരീക്ഷയ്ക്ക് അങ്ങനെ മുമ്പും ഞാനൊരു ബ്രഹ്മി ടാബ്ലറ്റ് കഴിക്കാം, 1/2 ounce സാരസ്വതാരിഷ്ടം കുടിക്കും, പരീക്ഷയ്ക്ക്. പിന്നോണ്ടുള്ള തലച്ചോറ് പടക്കുതിര പോലെയാണ്. നാട്ടിത്തെ പറത്തി പരീക്ഷ. എല്ലാ പിള്ളേരും കൂടെ നല്ല പറയുന്നത്. പഠിച്ചിട്ട് പരീക്ഷ പഠിച്ച് മറന്നു പോകുന്ന നിങ്ങളുടെ മക്കൾ ആരെല്ലാം പറഞ്ഞാൽ ആ കുട്ടി പരീക്ഷിക്കുന്നതിന് മുമ്പ് ഒരു ബ്രഹ്മി ടാബ്ലറ്റ് കൊടുക്കണം, 1/2 ounce സാരസ്വതാരിഷ്ടം കൊടുക്കണം. പിന്നെ കുട്ടികളുണ്ടല്ലോ പഠിച്ച് വർഷങ്ങൾ പോകും, പഠിച്ചു കുട്ടി ഓർമ്മ വരും, ആഡിച്ച് പെർഫോം ചെയ്യും. പക്ഷേ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അമ്മയ്ക്കോ അമ്മയുടെ സഹോദരങ്ങൾക്കോ ഫസ്റ്റ് കസിൻസിനോ ആർക്കെങ്കിലും ഓർമ്മക്കുറവ് രോഗമുണ്ടെങ്കിൽ, അൽസീമേഴ്സ്, ഡിമൻഷ്യ, ഈ 2 രോഗമുണ്ടെങ്കിൽ, ഓർമ്മക്കുറവ് രോഗങ്ങളാണ്. ശത്രുക്കൾക്ക് പോലും വരാൻ പാടില്ല. അൽസീമേഴ്സ്, ഭാര്യയുടെ പേര് ഓർമ്മയില്ല, മക്കളുടെ പേരിൽ ഓർമ്മയില്ല. ഹോറിബിൾ ഡിസീസ് അൽസീമേഴ്സ് ആൻഡ് ഡിമൻഷ്യ. അടുത്ത കാലം വരെ ചികിത്സയില്ല. ഇപ്പോൾ അമേരിക്കൻ ശാസ്ത്രജ്ഞർ കണ്ടെത്തി ഓസ്ട്രേലിയയിൽ വളരുന്നത് ഒരു പുല്ലുചെടിയാണ്, കുറ്റിച്ചെടി.
ജിങ്കോ ബിലോബ. അതിൻ്റെ വേരിൽ നിന്ന് അവരൊരു ഗുളിക കണ്ടുപിടിച്ചു, ജിങ്കോ ബിൽ. കേരളത്തിൽ കിട്ടും 12 രൂപ വിലയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും, നമ്മുടെ അമ്മയ്ക്കോ അപ്പനോ ഫസ്റ്റ് കസിൻസ് ആർക്കെങ്കിലും ഈ രോഗം ഉണ്ടെങ്കിൽ അത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഒരു 60 വയസ്സ് തൊട്ട് നമ്മൾ ഈ ദിവസം ഓരോ ജിങ്കോ ബിൽ കഴിച്ചുകൊണ്ടിരുന്നാൽ ഓർമ്മശക്തി പോവുകയാണ്. പക്ഷെ നിങ്ങളുടെ കുട്ടി, നിങ്ങളുടെ കസിൻസിനോ അമ്മയ്ക്കോ അപ്പനോ ആർക്കെങ്കിലും ഈ രോഗമുള്ള ഒരു ജനറ്റിക്കൽ പ്രോബ്ലം ഉള്ളതാണെങ്കിൽ നിങ്ങൾ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി ആ കുട്ടി പരീക്ഷയ്ക്ക് പോകുന്ന ദിവസം ഒരു ജിങ്കോ കൊടുത്തേ. എല്ലാം കൊടുത്തതല്ലേ, നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും അൽസീമേഴ്സോ ഡിമെൻഷ്യയുടെ പാരമ്പര്യ മറവി രോഗമുള്ള വീട്ടിൽ മാത്രമേ ചെയ്യാവൂ, അല്ലാതെ എല്ലാവർക്കും ചെയ്തതല്ല. അപ്പോൾ കപ്പാസിറ്റി ഒരു സൈഡ് എഫക്റ്റ് ഇല്ലാന്ന് അമേരിക്കൻ ഡോക്ടർമാരാണ് അതിൽ നമ്മുടെ കഴിയിട്ടുണ്ട്. പക്ഷേ ഞാനൊരു സർവേ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒരു 5 ദിവസം ജിങ്കോബിൽ കഴിച്ചിട്ട് 6-ാം ദിവസം കഴിച്ചില്ലെങ്കിൽ ഉറപ്പമാണ്, ഒരു രക്ഷയില്ല, 18 മണിക്കൂർ കുറയും. അങ്ങനെ സൈഡ് എഫക്റ്റ് ഉണ്ട്. അതുകൊണ്ട് കഴിക്കാതെ വണ്ടി ഓടിക്കാൻ പോയ ആക്സിഡൻറ്റ് ഉറപ്പാണ്. അപ്പോൾ ഈ നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും പരമ്പരാഗതമായി അൽസീമേഴ്സ് ഡിമെൻഷ്യ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാവൂ, അല്ലെങ്കിൽ ചെയ്താൽ ജിങ്കോബിൽ ഓർമ്മശക്തി ഗംഭീരമായിട്ട്. കുട്ടി പഠിക്കാൻ ജയിക്കുമ്പോൾ കുട്ടിയുടെ മുഖം കിഴക്കോട്ട് തിരിച്ചു വെച്ച് പഠിക്കുക. കിഴക്കോട്ട് തിരിച്ചു. നമ്മുടെ സംസ്കൃതത്തിലെ പ്രസിദ്ധമായ ഒരു പുസ്തകമുണ്ട്, ദിനചര്യ. ആ പുസ്തകത്തിൽ മഹർഷി പറഞ്ഞിരിക്കുകയാണ്, പൂർവദിശ ജ്ഞാനദിശ, ദക്ഷിണദിശ മൃത്യുദിശ. കിഴക്കോട്ട് തിരിഞ്ഞിരുന്നാൽ തലച്ചോറിന് ബുദ്ധിശക്തി കൂടും. ഇപ്പോൾ ഫിസിക്സ് പഠിക്കുമ്പോൾ അതിൻ്റെ കാര്യം മനസ്സിലാവും. ഭൂമിക്കൊരു കാന്തമണ്ഡലം, അതിൻ്റെ മാഗ്നറ്റിക് നോർത്ത് പോൾ ജോഗ്രാഫിക് സൗത്ത് പോളിലാണ്, മാഗ്നറ്റിക് സൗത്ത് പോൾ ജോഗ്രാഫിക് നോർത്ത് പോളിലാണ്. അപ്പോൾ നമ്മൾ തെക്കോട്ട് തിരിഞ്ഞ് പഠിച്ചാൽ നമ്മുടെ തലച്ചോറിന് മാഗ്നറ്റിക് നോർത്ത് പോൾ, ഭൂമിയുടെ മാഗ്നറ്റിക് നോർത്ത് പോൾ ഒരേ ദിശയിൽ. മാഗ്നറ്റിസം എന്താ പറയുന്നത്? ലൈക്ക് പോൾസ് റിപ്പൽ, അൺലൈക്ക് പോൾസ് അട്രാക്ട്. ഭൂമിയുടെ കാന്തമണ്ഡലം നമ്മുടെ കാന്തമണ്ഡലത്തെ ഡിസ്ട്രാക്ട് ചെയ്യും, പിന്നെ പഠിക്കാൻ പറ്റില്ല. കുട്ടി തെക്കോട്ടിരുന്ന് പഠിച്ചാൽ കുട്ടിയുടെ പഠിത്തം പാഴാവും, കുട്ടി പഠിക്കുന്നതെന്ന് മനസ്സിലാവില്ല. എന്നാൽ കുട്ടിയുടെ മുഖം കിഴക്കോട്ടാണെങ്കിൽ നമ്മുടെ തലച്ചോറിന് മാഗ്നറ്റിക് നോർത്ത് പോൾ ഭൂമിയുടെ മാഗ്നറ്റിക് പെർപെൻഡിക്കുലറാവും. തീരെ വേരിയേഷൻസ് വെച്ചിട്ട് തലച്ചോറിന് ഓരോ ശക്തി ഉണ്ടാവും. പഠിക്കുമ്പോൾ നിങ്ങളുടെ കുഞ്ഞ് മുഖം കിഴക്കോട്ടാക്കി ഇരുത്തി പണം പഠിപ്പിക്കാൻ. കുട്ടി പരീക്ഷ എഴുതാൻ പോകുമ്പോൾ തലേദിവസം പോയി നോക്കണം, പരീക്ഷാ ഹോളിൽ കുട്ടിയുടെ മുഖം എങ്ങോട്ടാണ്. പരീക്ഷാ ഹോളിൽ കുട്ടിയുടെ മുഖം തെക്കോട്ടാണെങ്കിൽ കുട്ടിക്ക് ആ പരീക്ഷയിൽ 10% പോകും. പരീക്ഷാ ഹോളിൽ കുട്ടിയുടെ മുഖം കിഴക്കോട്ടാണെങ്കിൽ കുട്ടിക്ക് ആ പരീക്ഷയിൽ 10% പോകും. ഞാനൊരു സ്ഥലത്ത് പ്രസംഗിച്ചു. അവിടുത്തെ ലോക്കൽ ഹൈസ്കൂളിൽ പരീക്ഷാ ഹോൾ, SLC പരീക്ഷയുടെ ഹോളിൽ കുട്ടിയുടെ മുഖം തെക്കോട്ടായിരുന്നു. മാതാപിതാക്കൾ എൻ്റെ CD എടുത്തോളം അവിടെ കാണിച്ചു. ഹെഡ് മാസ്റ്റർ അപ്പോഴേ എല്ലാവരുടെ മുഖം കിഴക്കോട്ടാക്കി. കാര്യം SLC പരീക്ഷയ്ക്ക് കൂടുതൽ കുട്ടികൾ ജയിച്ചാലും ഫസ്റ്റ് ക്ലാസ് കിട്ടിയാൽ ആർക്കാൻ വേണ്ടിയിട്ട് ഹെഡ് മാസ്റ്റർക്കല്ലേ വളരെ സിമ്പിളായിട്ടുള്ള കിഴക്കോട്ട് കിട്ടിയപ്പോൾ അയാൾക്ക് ഇഷ്ടം പോലെ ഫസ്റ്റ് ക്ലാസ് കിട്ടുന്നത്. ഞങ്ങൾ എല്ലാ ഹെഡ് മാസ്റ്റർക്കും നല്ല സന്തോഷം, എല്ലാവരുടെ മുഖം കിഴക്കോട്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ കുട്ടികൾ പരീക്ഷ എഴുതുന്ന തലേദിവസം പോയി നോക്കണം കുട്ടിയുടെ മുഖം എങ്ങോട്ടാണ്. തെക്കോട്ടോലാണെങ്കിൽ ഹെഡ് മാസ്റ്ററോട് പറയണം കുട്ടിയുടെ മുഖം കിഴക്കോട്ടാക്കി തരണം. അൻസാർ സാർ പറഞ്ഞു കിഴക്കോട്ടാക്കി തരും. കാര്യം അങ്ങനെയൊക്കെ ഫസ്റ്റ് ക്ലാസ്